കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞൊരു 10-12 വർഷക്കാലത്തിനിടയിൽ നടത്തിയ ഇടപെടലുകൾ ഇങ്ങനെ ആവുമായിരുന്നില്ല. അത്രയും സുരക്ഷിതമായിട്ടും ശാന്തമായിട്ടും ഒന്നും ജീവിക്കാനും കഴിയുമായിരുന്നില്ല. ഒരാൾ പെട്ടെന്ന് വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കടുത്ത ശത്രുതയാണ്. അറിവ്, അലിവ്, അനുഭവം, ജീവിതം. സുനിൽ പി ഇളയിടം ഒരൊറ്റ വ്യക്തിയല്ല, ഒരൊറ്റ യൂണിവേഴ്സാണ്. ഒരുപാട് മനുഷ്യരാൽ, ഒരുപാട് അനുഭവങ്ങളാൽ, ഒരുപാട് യാത്രകളാൽ, ഒരുപാട് കാഴ്ചകളാൽ, വീക്ഷണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വലിയൊരു യൂണിവേഴ്സ്. ഇളയിടവുമായിട്ട് മുഖാമുഖം ഇരിക്കുമ്പോൾ ആദ്യം പറയേണ്ടതായ ഒരു വാക്ക് 8 വർഷം മുമ്പ് താങ്കൾ തന്നെ പറഞ്ഞു വെച്ചതാണ്. അതും പൊതുമധ്യത്തിൽ. ആർത്തവ വിവേചനം. അത് ശബരിമല പ്രശ്നം ഉയർന്നു വന്ന സന്ദർഭത്തിൽ ആണ് അങ്ങനെ ഒരു വാക്ക് മനസ്സിൽ വരുന്നത്. അതെവിടെയോ വായിച്ചതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ആർത്തവത്തെ ഒരു അടിസ്ഥാനപരമായൊരു വിവേചന യുക്തിയാക്കി മാറ്റുകയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ എനിക്ക് സംസാരിക്കേണ്ടി വന്നിരുന്നു. ആ സംഭാഷണങ്ങൾ അന്ന് കുറച്ചൊക്കെ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്തു പല നിലകളിൽ. കുറേ പേര് അത് വളരെ ശ്രദ്ധാപൂർവം കേട്ടവരുണ്ട്, വളരെ ശക്തിയോടെ അതിനെ എതിർത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിശദീകരിച്ച് വന്ന സമയത്ത് എപ്പോഴോ വന്ന ഒരു പ്രയോഗമാണ് ഈ ആർത്തവ വിവേചനം എന്നുള്ളത്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള വിവേചനങ്ങളെക്കുറിച്ച് എന്താ പറയുക, സാധാരണ നമുക്കറിയാമെങ്കിലും മനുഷ്യാവസ്ഥയിലെ ഒരു ശാരീരിക സ്ഥിതിയെ ഒരു വലിയ ഡിസ്ക്രിമിനേഷൻ്റെ ഉപകരണമാക്കുന്നു, ഉപാധിയാക്കുന്നു എന്നത് സൂചിപ്പിക്കാൻ സാന്ദർഭികമായിട്ട് വായിൽ വന്നതാണ്. പക്ഷെ അതിൻ്റെ സെൻസിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നൊരു വാക്കായിരുന്നു എന്ന് പിന്നെ എനിക്കും തോന്നി. കാരണം ആർത്തവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. വാസ്തവത്തിൽ ആദരിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം ആർത്തവവും അത് നൽകുന്ന ശാരീരിക സ്ഥിതിയുമാണ് മനുഷ്യവംശത്തിൻ്റെ തുടർച്ചയ്ക്ക് കാരണം. ഇല്ലെങ്കിൽ ഗർഭധാരണവും ഇല്ല, പ്രസവവും ഇല്ല, അടുത്ത തലമുറയില്ല, ഒന്നുമില്ല. അപ്പോൾ വാസ്തവത്തിൽ ആദരിക്കപ്പെടേണ്ട ഏറ്റവും ആദരണീയമായൊരു മൂല്യത്തെ ഒരു വിവേചനത്തിൻ്റെ ഉപകരണമാക്കുന്നു എന്നതുകൂടി അതുമായി ബന്ധപ്പെട്ട ആലോചനയിലുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല കേട്ടോ. അത് ഞാൻ കോയിൻ ചെയ്ത വാക്കാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചിലപ്പോൾ വായനയിൽ എവിടെയെങ്കിലും തടഞ്ഞതായിരിക്കും. എന്നാലും പിന്നീട് എല്ലാ സംഭാഷണങ്ങളിലും അത് ആവർത്തിച്ചു, പല സ്ഥലങ്ങളിലും ആവർത്തിച്ചു. പിന്നീടാണ് അതിനെ എന്താ പറയുക, നവോത്ഥാന ചരിത്രത്തോട് ബന്ധിപ്പിക്കാനും ഈ ശബരിമല പ്രശ്നത്തെ പിന്നെ ആശാൻ്റെ ചിന്താഗഷ്ടിയായ സീതയോട് ബന്ധിപ്പിക്കാനും അങ്ങനെ ഒരു വേറൊരു നെറേറ്റീവിലേക്ക് അതിനെ കൂട്ടിയിണക്കാനായിട്ട് പറ്റിയത് പതുക്കെയാണ്. ആദ്യഘട്ടത്തിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ എന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള മട്ടിലാണ് ഞാൻ ആദ്യത്തെ അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിലൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരു ലാർജർ ക്വസ്റ്റ്യൻ എന്ന നിലയിലേക്ക് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്കുമൊക്കെ അതിനെ ബന്ധിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് കൊണ്ടുവന്നത് മറ്റൊരു നിലയിൽ സഹായകരമായി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ നവോത്ഥാന ചർച്ചകളിലേക്കൊക്കെ വഴി തുറക്കാൻ അത് കുറച്ചൊരു പ്രേരണയായി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും അങ്ങനെ സാന്ദർഭികമായി വന്നൊരു വാക്കാണ്. ഞാനായിട്ടുണ്ടാക്കിയതാണോ എന്ന് എനിക്ക് കൃത്യം പറയാൻ പറ്റില്ല. കാരണം പല വാക്കുകളും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കേട്ട് മനസ്സിൽ പതിഞ്ഞ് കിടക്കുമല്ലോ. പിന്നീട് അത് നമ്മൾ അബോധാത്മകമായി തന്നെ ആവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ ഉടമാവകാശം എനിക്കാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ആ വാക്ക് ശക്തമായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. അത് പിന്നീട് പലരും ഏറ്റെടുത്തു. അതെ. ഈ അനീതികളുടെ അല്ലെങ്കിൽ അടിച്ചമർത്തലിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിച്ചമർത്തപ്പെടുന്നവർ തന്നെ ഇതിനെ സ്വാഭാവികമെന്ന് സ്വാംശീകരിക്കും. ഇതൊരു മർദ്ദനമാണെന്നോ ഇതൊരു നീതി നിഷേധമാണെന്നോ ഒട്ടും അറിയാതെ അതിനെയൊക്കെ നമ്മുടെ സാമൂഹ്യ മൂല്യം എന്ന നിലയിൽ സ്വാംശീകരിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അവരെ കുറ്റം പറയുകയല്ല. ദീർഘകാലം കൊണ്ടുണ്ടായ ഒരു കൾച്ചറൽ ഫ്രെയിമിനകത്താണല്ലോ മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഈ വിവേചനങ്ങളെ ഉൾക്കൊള്ളും. പണ്ട് ഇ.പി. രാജഗോപാലൻ ഇടയ്ക്ക് പറയും, സ്വാഭാവികമെന്ന് നാം കരുതുന്നതൊക്കെ സാംസ്കാരികമാണ്. നമ്മൾ സഹജമെന്ന് കരുതുന്നതൊക്കെ ഏതോ ഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതാണ്. അത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആ തിരിച്ചറിവിലേക്കൊരു പെട്ടെന്നൊരു സ്പാർക്ക് പോലെ ഈ വാക്ക് പ്രവർത്തിക്കുന്ന എനിക്ക് തോന്നി. ആർത്തവ വിവേചനം എന്നുള്ള വാക്ക് പെട്ടെന്ന് ആ വിവേചനത്തെ അത് പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കി കൊടുക്കുന്നു. ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ദീർഘമായി വിസ്തരിക്കുന്നതിനേക്കാൾ ചില പദയോജനകൾ പെട്ടെന്ന് അതിലേക്ക് വെളിച്ചം വീശും. എനിക്ക് ഈ പ്രസംഗത്തിലൊക്കെ ചിലപ്പോൾ തോന്നും,
ദീർഘമായി പ്രസംഗിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ടുപേര് കവിത മനസ്സിൽ വരിക. ആ കവിത കൂടി പറയണതോടെ അവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് പറഞ്ഞതിനേക്കാൾ ആഘാതശേഷി ആ രണ്ടുപേര് കവിതയ്ക്ക് ഉണ്ടാവും. കാരണം ആ കവിത എന്ന് പറയുന്നത് ദീർഘകാലം മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് അതിന് വേറൊരു വാല്യൂ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതുകൂടി ചേരുന്നതോടെ ഇത് പെട്ടെന്ന് തെളിഞ്ഞു വരും. അപ്പം അങ്ങനെ കിട്ടിയ ഒരു പ്രയോഗമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പലരും ഏറ്റെടുത്തു, പലരും അത് പല രൂപത്തിൽ ആവർത്തിച്ചു. അതൊരു ഒരു ഒരു പ്രത്യേക സംവാദ മണ്ഡലമായിട്ട് അത് മാറുകയും ചെയ്തു. ഈ പറഞ്ഞ പോലെ ഈ ആർത്തവ പ്രശ്നത്തേക്കുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരകൾ തന്നെയാണ് വലിയൊരളവോളം അതിനെ സ്വാംശീകരിച്ചിട്ടുള്ളത്. അപ്പം അത് തിരിച്ചറിയാനൊക്കെ കുറച്ചൊക്കെ അത് കാരണമായി തോന്നുന്നു. പക്ഷേ ആ ഒരു വാക്ക് കാരണം, ആ ഒരു വിഷയം കാരണം, ശബരിമലയിലെ യുവതി പ്രവേശം കാരണം, പ്രവേശ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് കാരണം ഇളയിടം ഏറെക്കുറെ അരക്ഷിതനായോ, ഒറ്റപ്പെട്ടോ? ഒറ്റപ്പെടൽ കുറേ ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ടല്ല കേട്ടോ. എനിക്കെന്താ വെച്ചാൽ ഞാനങ്ങനെ ഒരു എന്താ പറയുക, ഈ ജാതി മത അല്ലെങ്കിൽ അത്തരം ഒരു പാരമ്പര്യത്തിനുള്ളിൽ കാര്യമായിട്ടൊന്നും ജീവിച്ചിട്ടില്ല. എൻ്റെ ഒരു കുട്ടിക്കാലം കഴിഞ്ഞതോടെ തന്നെ ഞാൻ ഈ പൊതുരാഷ്ട്രീയത്തിലേക്ക് വരികയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ ജീവിതം, അതുകൊണ്ട് ഒരു 15 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാനിങ്ങനെ വേറൊരു ജീവിത വഴിയിലാണ്. പക്ഷേ അമ്മയ്ക്കൊക്കെ വലിയ തോതിൽ അത് പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട് വ്യക്തിപരമായി തന്നെ. കാരണം അമ്മയൊക്കെ ദീർഘാവസാനം വരെ കുടുംബവും അല്ലെങ്കിൽ ഇവിടെ കരയോഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ആളുകളാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വലിയ ഒറ്റപ്പെടലുകളും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ അമ്മയ്ക്കും കുറച്ചൊക്കെ വീട്ടിൽ മീനയ്ക്കും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അവരാരും തന്നെ ഒരു നിലപാടെന്ന നിലയ്ക്ക് ഞാനെടുത്ത പൊസിഷനെതിരെ വരികയോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അമ്മ വളരെ സ്വാഭാവികം എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വേണ്ടവർ പോവും, വേണ്ടാത്തവർ പോവില്ല, അത്രയേ ഉള്ളൂ എന്ന് വളരെ ശാന്തമായി അതിനെ മറികടക്കാൻ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പ്രയാസം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് പക്ഷേ അത് അത്തരത്തിലുള്ള പ്രയാസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ലാതെയുള്ള ഈ ചീത്തവിളികൾ, ഗോസിപ്പുകൾ, അപവാദ പ്രചരണങ്ങൾ, പിന്നെ ഓഫീസ് കയ്യേറൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ കുറച്ചൊരു ഫിസിക്കൽ ത്രെട്ട് പോലെയൊക്കെ വന്നിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പക്ഷേ അറ്റാക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഓഫീസ് കയ്യേറ്റം അല്ലാതെ ഫിസിക്കലായ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ശാരീരിക ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു അന്തരീക്ഷം ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലെ പല പ്രസംഗങ്ങൾക്കുമൊക്കെ ഏതാണ്ട് 2-3 മാസം പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ പോലീസ് കാവലുകളിലൊക്കെ ധാരാളം പ്രസംഗിച്ചു ആ സമയത്ത്. അതല്ലാതെ എനിക്ക് വേറെ വ്യക്തിപരമായി എനിക്ക് തന്നെ അത് കാര്യമായി ബാധിച്ചില്ല. കാരണം ഞാൻ ഈ ഡൊമൈൻ്റെ ഉള്ളിലല്ലായിരുന്നു. അതുകൊണ്ട് സുനിൽ പി ഇളയിടം എന്ന വ്യക്തി ഒരൊറ്റ മനുഷ്യനല്ല എന്നും ഒരുപാട് മനുഷ്യരുടെ ഒരു ആകെ തുകയാണെന്നും ഒരുപാട് സമൂഹങ്ങൾ ഒന്നിച്ച് വളർത്തിയെടുത്ത ഒരൊറ്റ മരമാണെന്നും തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് ഓർമ്മകളും മനുഷ്യരും. അതിൽ ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കെ സൈമൺ ബ്രിട്ടോ, അതായത് ഒരിക്കൽ കുത്തേറ്റ് വീൽ ചെയറിലായിപ്പോയ, കസേരയിലായിപ്പോയ, കിടക്കയിലായിപ്പോയിട്ടുള്ള മനുഷ്യൻ ഒരു നട്ടരാത്രിയാണ് വിളിച്ചു പറയുന്നത് സൂക്ഷിക്കണമെന്നത്. അത് പറയുന്ന സമയത്ത് ഏകനായിട്ട് പറവൂര് നട്ടരാത്രി ഫോൺ എടുക്കുന്നയാൾ നിൽക്കുകയാണ്, അത് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ മനുഷ്യരുടെ കരുതലുകൾ, അതേക്കുറിച്ച് മനുഷ്യനെ എനിക്ക് തോന്നുന്നു ഇളയിടത്തെ നിർവചിച്ചത് മുഴുവൻ ഒരുപാട് മനുഷ്യരുടെ കരുതലുകളാണ്. ആ മനുഷ്യരെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മകളാണ് മനുഷ്യരെ ജീവിപ്പിക്കുന്നത് എന്ന രീതിയിലേക്ക് ഇളയിടം അതിലേക്ക് മാറുന്നുണ്ട്. ബ്രിട്ടോ അത് പറഞ്ഞ് സൂക്ഷിക്കണം എന്ന ഒരു കരുതൽ വായിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത്, ഒരു പക്ഷേ കേരളം പോലുള്ളൊരു വളരെ സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വിവേചന ബുദ്ധിയുള്ള ഒരു നാട്ടിലല്ലായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഒക്കെ വടക്കോട്ട് മാറിയിട്ടുള്ള സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇളയിടത്തിന്റെ ഒരുപാട് ഓർമ്മ ദിനങ്ങൾ ഞങ്ങൾ ആചരിക്കേണ്ട സാഹചര്യം വന്നേനെയാണ്. അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ല, ഈ കേരളത്തിലല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞൊരു 10-12 വർഷക്കാലത്തിനിടയിൽ നടത്തിയ ഇടപെടലുകൾ ഇങ്ങനെ ആവുമായിരുന്നില്ല. നിശ്ചയമായിട്ടും അത്ര ഇടപെടലുകൾക്കുള്ള സ്പേസ് ഉണ്ടാവുമായിരുന്നില്ല. ഇനി നടത്തിയാൽ തന്നെ അതിനുശേഷം ഇത്രയും സുരക്ഷിതമായിട്ടും ശാന്തമായിട്ടും ഒന്നും ജീവിക്കാനും കഴിയുമായിരുന്നില്ല. ഒന്നുകിൽ കേസിൽപ്പെട്ട് ജയിലിലാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. അതാണല്ലോ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പൊതുസ്ഥിതി. അതല്ലാത്തത് കേരളം ആയതുകൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ബ്രിട്ടോ അടക്കം എത്രയോ പേരുടെ കരുതലും പരിഗണനയും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്നെ സ്വയം കാണുന്നത് എൻ്റെ ശേഷികളുടെ ഒരു ആവിഷ്കാരം എന്ന നിലയിലൊന്നുമല്ല. ആ ഒരു അംശവും ഉണ്ട്, നിശ്ചയമായിട്ടും അതും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത ആളുകൾ
ഇങ്ങനെ പ്രസംഗത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ, കേൾക്കാനൊരു സമൂഹം വേണം. അപ്പം അതിനുവേണ്ടി നിസ്വാർത്ഥമായി പണിയെടുത്ത് ആ വേദികളെല്ലാം ഒരുക്കി ആളുകളെല്ലാം വിളിച്ചു കൂട്ടുന്ന ഒരു അദൃശ്യ സമൂഹം അതിൻ്റെ പുറയിലുണ്ട്. അവരധ്വാനിച്ചില്ലെങ്കിൽ, അവരിതിനു വേണ്ടി സമയവും പൈസയും ഒക്കെ അധ്വാനമൊക്കെ ചെലവഴിച്ചില്ലെങ്കിൽ പ്രസംഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പ്രസംഗം അവസാനം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പുറയിൽ ആ മീറ്റിംഗ് ആലോചിക്കുന്നത് മുതലുള്ള എത്രയോ ശ്രമങ്ങളുടെ ഒരു ഫൈനൽ പോയിന്റിലാണ് ഞാൻ ആ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത്. ഏതോ നിലയിൽ അതെനിക്കറിയാം. ഞാനത് ഒരിക്കലും കാണാതെ പോകാറില്ല. അപ്പം എൻ്റെ കുട്ടിക്കാലം മുതൽ പലതരത്തിലുള്ള കൂട്ടായ്മകളിലൂടെയാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ സ്കൂളിലായിരുന്നപ്പോൾ പരിഷത്തിൻ്റെ ബാലവേദിയിലെ ഒരുപാട് പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു 3 കൊല്ലത്തോളം. ഒരുപക്ഷെ എൻ്റെ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയിൽ എന്നെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പങ്കുള്ളത് ആ ഒരു ഘടകത്തിനാണ്. പിന്നെ കോളേജിൽ ചെന്ന് ഒരു 6-7 വർഷക്കാലം SFIയുടെ ഒരു ഫുൾ ടൈമറായിട്ടാണ് നിന്നിരുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റും വരെ ആയിരുന്നു എറണാകുളത്ത്. രാജീവും ഞാനും ഒക്കെ ഒരേ കാലത്ത് സംഘടനയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്നതാണ്. ഞാൻ പിന്നെ MA കഴിഞ്ഞ് പിറ്റേ വർഷം ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ പാരൽ കോളേജിൽ പോയി. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഒരു സാമൂഹികത എന്ന് പറയുന്ന ഒരു തലം എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ വളരെ വ്യക്തിപരമായി എഴുതുന്നതിലോ പറയുന്നതിലോ പോലും ആ എലമെൻറ്റിനെ ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു. ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റൽ എന്ന് പറയുന്നതിൻ്റെ ലാർജർ സെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കപ്പുറമുള്ള ഒന്നിനെ കുറിച്ച് കൂടി നിങ്ങൾ കൺസേൺഡ് ആയിരിക്കുക എന്നുള്ളതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ആ ഒരു കൺസേൺ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലായ്പ്പോഴും ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബ്രിട്ടോക്ക് അവസാനം വിളിച്ചു പറയണത്. അത് കഴിഞ്ഞ് ഏറെ വൈകാതെ ബ്രിട്ടോ മരിക്കുകയും ചെയ്തു എന്ന് എൻ്റെ ഒരു ഓർമ്മ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി വരുമ്പോഴാണ് ബ്രിട്ടോ വിളിക്കുന്നത്. അപ്പം ഞാനീ പറവൂർ ഒരു ചെത്തുതൊഴിലാളി ഓഫീസുണ്ട്. അവിടെ എൻ്റെ വണ്ടി വെച്ചിട്ടാണ് ഞാൻ ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക. ഇവിടേക്ക് വരാനുള്ള പ്രയാസം, വണ്ടികളൊക്കെ കുറവായതുകൊണ്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കും. അപ്പം ഞാൻ അവിടേക്ക് എൻ്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി നടന്നു വരുന്ന സമയത്താണ് ബ്രിട്ടോൻ്റെ വിളി വരുന്നത്. അപ്പോൾ അവിടെ ഒരു റോഡരികിലൊരു ആശുപത്രി ഉണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ രാത്രി വന്നിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഒരു 10-15 മിനിറ്റ് എന്നോട് പറഞ്ഞു വിട്ടോ. അപ്പം ഞാനതെല്ലാം കേട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ എത്രയോ മനുഷ്യരുടെ അറിയുന്നവരും അറിയാത്തവരും ആയ ആളുകളുടെ കരുതലിലാണ്. എനിക്ക് ഒരുപാട് അത്തരം സന്ദർഭങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊരു വിവാഹ ചടങ്ങിന് പോകുമ്പോൾ ഉടനെ കാറിൻ്റെ ടയറ് പഞ്ചറാവുക എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം എനിക്കിത് ടയർ മാറ്റിയിടാനൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ അത് മാറ്റിയിടാനായിട്ട്. മെക്കാനിക്കും കൂടെ അങ്ങനെയല്ല, ഇതൊരു ചെറിയ കാര്യമാണല്ലോ. മറ്റേ ഇത് വെച്ച് എനിക്കത് അറിയാം. അപ്പം ഞാനത് ഇങ്ങനെ പുറയുന്ന ജാക്കിയെല്ലാം എടുത്തിട്ട് പതുക്കെ ടയർ മാറ്റിയിടാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പിനി കാറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അരികത്ത് നിന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊടുപുഴയ്ക്കടുത്തൊരു സ്ഥലത്ത് വെച്ചാൽ അപ്പം ഇങ്ങനെ എനിക്കെതിരെ പോയ ഒരു ഓട്ടോറിക്ഷ പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പോൾ അയാൾ എന്നെ കണ്ടിട്ട് തിരിച്ചു വന്നതാണ്. എന്നിട്ട് അയാൾ ഉടനെ പോയി ഒരു മെക്കാനിക്കിനെ കൂട്ടി വന്നു. അയാൾ മാറ്റി തന്നു. ഞാൻ അറിയുകയും ചെയ്യുന്ന ഒരാളല്ല. അപ്പം അങ്ങനെ അദൃശ്യരായ ഒരുപാട് മനുഷ്യരുടെ പലതരം സഹായങ്ങൾ കൊണ്ട് കുറേ ശത്രുതയുമുണ്ട് ഇതുപോലെ തന്നെ. ഒരു തവണ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ പെട്ടെന്ന് വന്ന് കൈ തന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കടുത്ത ശത്രുതയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആകാമല്ലോ, അതിൽ പ്രയാസമൊന്നുമില്ല, എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വാശി പിടിക്കണതിൽ കഥയില്ലല്ലോ എന്ന് പറഞ്ഞ് വേറൊന്നും പുള്ളി പറഞ്ഞില്ല. അതൊക്കെ ആ ശബരിമല സമയത്താണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് സ്നേഹവും ഒരുപാട് എതിർപ്പുകളും അതുണ്ടാക്കിയിട്ടുണ്ട്. ആഫ്റ്റർ ആൾ ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരിക്കലും ഞാനൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയ ഒരു ആളായിരുന്നില്ല. ഒരു വ്യക്തിവാദപരമായി മാത്രം ജീവിച്ച ഒരാളായിരുന്നില്ല. എല്ലായ്പ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്തൊന്നൊന്നുമല്ല, പക്ഷെ കൂടെയുള്ള മനുഷ്യരെ എല്ലായ്പ്പോഴും അവരുടെ പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ച് അത്തരം പരിഗണനകൾ എപ്പോഴും ഞാനും വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലാസ്സിൽ കുട്ടികളോടൊക്കെ പറയും, കുട്ടികളെ ആദരിക്കാത്ത അധ്യാപകരെ കുട്ടികളെ ആദരിക്കില്ല. നമ്മളുടെ അധ്യാപകരുടെ ഒരു പ്രശ്നം, കുട്ടികളെ ബഹുമാനിക്കണമെന്ന് അധ്യാപകർക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾ ഇവരെ കേൾക്കാനുള്ളതും ഇവർ പറയാനുള്ളതുമാണെന്ന് അധ്യാപകർ പൊതുവേ കരുതും. അപ്പം ചിലപ്പോൾ ഭയം കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ കുട്ടികൾ മിണ്ടാതിരുന്നേക്കും. പക്ഷെ കുട്ടികൾ നിങ്ങളെ ജെന്യൂൻലി ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ അവരെ മാനിക്കുന്നുണ്ട് എന്ന് തോന്നണം. ഇത് പ്രസംഗവേദിയിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സദസ്സിനെ ബഹുമാനിക്കണം. അവിടെ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെ പ്രഭാഷകനാക്കുന്നത് എന്നുള്ളൊരു വിവേകം നിങ്ങൾക്ക് വേണം. അവരെ പരിഗണിക്കണം. അല്ലാതെ ഞാൻ സർവജ്ഞനായ ഒരാൾ കുറേ ആളുകളോട് എന്തൊക്കെയോ മഹാകാര്യം പറയുന്നു എന്നുള്ളൊരു ശരീരഭാഷയും ഒരു
ഭാവഭാവങ്ങളും ആയാൽ അവർ മൈൻഡ് ചെയ്യില്ല. അത് mind ചെയ്യില്ല. അപ്പം അതൊരു അടിസ്ഥാന കാര്യമാണ് ഈ കൺസേൺ ഫോർ ദ അതർ എന്ന് പറയില്ല, അതെ. അത് വളരെ പ്രധാനപ്പെട്ട. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് KGS-ന് ഓർമ്മ വന്നത് സാന്ദർഭികമായിട്ട്. അല്ല ആരാ ഇത് എന്ത് ഇളയിടത്തോട് PG-കാരനായ അതെ, മലയാളം അതെ, ക്ലാസ്സിലെ, അതെ, അത് അതെ. ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം ബിരുദം കഴിഞ്ഞു. എടുത്തിട്ട് അതെ, പ്രത്യേക താല്പര്യത്താൽ മലയാളത്തിൽ മലയാളത്തിൽ ചേരുന്നു. വന്നു. അതെ. MA മലയാളത്തിന് മഹാരാജാസ് അതെ. ചേരുന്നു. ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാത്ത സുനിൽ പി ഇളയിടത്തോട് KGS വളരെ അതിശയത്തോടു കൂടി ചോദിക്കുന്നു, അതെ, അല്ല അതെ, അതെ, ആരാ അതെ, ഇത്? അതെ. പക്ഷെ ദശാബ്ദങ്ങൾക്ക് ശേഷം ഇളയുടെ അധ്യാപകനായിട്ട് കോളേജിലേക്ക് സർവകലാശാലയിൽ ചെല്ലുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിനി പറയുന്നു, റീൽസിലൊക്കെ കാണുന്ന ആളല്ല, അതെ, 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 അതെ. അതെ, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു അതെ, അതെ. വിദ്യാർത്ഥിയായിരിക്കുന്ന ഇളയിടം മുതൽ അതെ. തുടങ്ങിയിട്ട് അധ്യാപകനായിരിക്കുന്ന ഇളയിടം വരെ എത്തുന്നു. 2 തരത്തിലുള്ള ഐഡന്റിറ്റി, രണ്ടിന്റെയും പ്രശ്നം വിസിബിലിറ്റി ആയിരുന്നു. വിസിബിലിറ്റി ആയിരുന്നു. അല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് പറഞ്ഞാൽ ഒന്ന് മാരായസിലായിരുന്നല്ലോ. മാരായസിൽ അങ്ങനെ അന്ന് അറ്റൻഡൻസ് ഇന്നത്തെ പോലെ നിർബന്ധമൊന്നുമല്ല. ഇപ്പം ഞാൻ മാത്രമല്ല, ക്ലാസ്സിലെ ഒരു 50-60% കുട്ടികൾ അങ്ങനെ റെഗുലറായി കയറുന്നവരൊന്നുമല്ല. അവിടെ അറ്റൻഡൻസ് അങ്ങനെ നോക്കലും ഒന്നുമില്ല. പിന്നെ ഇന്നത്തെ പോലെ സെമസ്റ്റർ രീതിയൊന്നുമല്ലല്ലോ. ഈ വർഷാവസാനം പരീക്ഷ ഉണ്ടാവും. ഞാൻ പഠിച്ച പോലെ ഒരു പ്രത്യേകത ഉണ്ടായത് 2 വർഷത്തെ MA പരീക്ഷയും കൂടി അവസാനം സെക്കൻഡ് ഇയർ ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ 2 വർഷവും നമുക്ക് ക്ലാസ് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ ചെന്ന വർഷവും പിറ്റത്തെ വർഷവും യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പം മാരായസിലെ യൂണിയൻ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭാരമുള്ളൊരു ജോലിയാണ്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, തൊട്ടപ്പുറത്താണുള്ളത് ജനറൽ ഹോസ്പിറ്റൽ. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ധാരാളം പാവപ്പെട്ട മനുഷ്യരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ചികിത്സയുടെ ആവശ്യമായിട്ട് ബ്ലഡ് വേണ്ടി വരും. അപ്പോൾ വിദൂരങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. അപ്പോൾ അവരെല്ലാം ആദ്യം ആശ്രയിക്കുക കോളേജിനെയാണ്. അപ്പോൾ അവർക്കും അറിയാം, ആശുപത്രിക്കാർക്കും അറിയാം. പിന്നെ പല നമ്മുടെ സുഹൃത്തുക്കളായ പാർട്ടി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം കത്ത് കൊടുത്തു വിടും, ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്, ഒരു ഇങ്ങനെ ബ്ലഡ് തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ രാവിലെ ക്യാമ്പസിൽ ചെന്നാൽ മിക്കവാറും ദിവസങ്ങളിൽ ആദ്യത്തെ 1-2 മണിക്കൂർ നമ്മൾ ഇതിന് മാറ്റി വെക്കേണ്ടി വരും. ഞാനൊരു 8:45 ആകുമ്പോഴത്തേക്കും ക്യാമ്പസിൽ എത്തുമായിരുന്നു. 7:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്നാ പോവുക. പങ്ക്ച്വലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പോകും. ഞാൻ പോവാത്ത ദിവസങ്ങൾ കുറവാണ്. ക്ലാസ് യൂണിവേഴ്സിറ്റി അല്ല ക്യാമ്പസിൽ ചെല്ലാത്തതുകൊണ്ടല്ല ക്ലാസ്സിൽ കയറാതിരുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:45 ചെല്ലുമ്പോൾ തന്നെ യൂണിയൻ ഓഫീസിൽ 2-3 ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടാവും ബ്ലഡിന് വേണ്ടി. അപ്പോൾ അത് പൂർത്തിയാക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 10 മണി, 10:30, 11 മണി വരെയൊക്കെ ചില ദിവസങ്ങൾ അതിനു വേണ്ടി പോകും. പിന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ കാര്യങ്ങൾക്ക്. പിന്നെ അന്ന് യൂണിയൻ ആക്ടിവിറ്റിയും അത്യാവശ്യം നന്നായി നടന്ന 2 കൊല്ലം എന്ന് പറഞ്ഞുകൂടാ. 1-ാം വർഷം ഞാൻ വളരെ നന്നായിട്ട് ചെയ്തു. 2-ാം വർഷം പിന്നെ എനിക്ക് കുറച്ച് മടുപ്പായപ്പോൾ ഞാൻ പിന്നെ അതിൽ അത്രയും കൂടി ഇൻവോൾവഡ് ആയില്ല. ആദ്യ വർഷം പക്ഷേ വളരെ ഗംഭീരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സ്പിക്മാക് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ടൊക്കെ സഹകരിച്ച് വലിയ മാസ്റ്റേഴ്സൊക്കെ വരെ ഉണ്ടായി. ജസ്രാജ്, ഹരിപ്രസാദ് ചൗരസ്യ, ശ്രീനിവാസൻ, ഇവരൊക്കെ അന്ന് ക്യാമ്പസിൽ വരുന്നുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് ഉണ്ട്. ഗംഗയമരം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോലിയാണ്, അല്ലാതെ വെറുതെ ഇരിക്കുന്നു എന്നല്ല. അപൂർവം ചിലപ്പോൾ വെറുതെ ഇരുന്നും ക്ലാസ്സിൽ കയറാതിരുന്നിട്ടുണ്ടാവും. അപ്പോൾ ആകെ എനിക്ക് തോന്നുന്നത് 2 വർഷം കൊണ്ട് ഞാൻ 2-3 പീരീഡ് മാത്രമേ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. ഫസ്റ്റ് ഇയർ 2 പീരീഡോ മറ്റോ കയറി, സെക്കൻഡ് ഇയർ 1-2 പീരീഡ് കയറി. അപ്പോൾ ഒരു ദിവസം കയറുമ്പോൾ KGS ആയിരുന്നു. അപ്പോഴാണ് KGS ഇത് പറഞ്ഞത് ക്ലാസ്സിൽ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ചൊരു തമാശയായിട്ട്, അല്ല ആരായി വന്നേക്കുന്നത് എന്നെല്ലാം തമാശയായിട്ട് പറഞ്ഞ ഒരു കാര്യം. അപ്പം അതൊരു കാലം. ആ വർഷം ഞാൻ പരീക്ഷ എഴുതിയില്ല, പിറ്റേ വർഷമാണ് പരീക്ഷ എഴുതിയത്. അതൊരു 3 മാസം കുത്തിയിരുന്ന് നന്നായി പഠിച്ചുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ അത് പാസ്സാവാനും ഒക്കെ. അന്നത്തെ നിലയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കുറച്ച് പ്രയാസമാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ പാസ്സായ കൊല്ലം യൂണിവേഴ്സിറ്റി തന്നെ ആകെ 3-4 ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ. മാരായസിലൊന്നും ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ കൊല്ലം. അപ്പം അതങ്ങനെ ഈ കുത്തിയിരുന്ന് പഠിച്ചൊക്കെ കിട്ടി. അവിടെ നിന്ന് നമ്മൾ 30 കൊല്ലം കഴിഞ്ഞ് ഇപ്പുറത്തുമ്പോൾ അന്തരീക്ഷം ആകെ മാറി. ഒരു പൊതുജീവിതത്തിലെ വിസിബിലിറ്റി. ഇന്നാളും കുട്ടികൾ പറയുണ്ടായി, റീലൊക്കെ മാഷ കണ്ടിട്ടുണ്ട്, പക്ഷേ മാഷാണതെന്ന് മനസ്സിലായത് പിന്നീടാന്ന് ഇന്നാളും കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. അല്ല, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാങ്കേതികത വെച്ച് കുട്ടികളൊക്കെ നമ്മളെ തിരിച്ചറിയുന്നതും വലിയൊരളവോളം ആളുകൾ തിരിച്ചറിയുന്നതും. ഇപ്പോൾ എത്രയോ പുസ്തകങ്ങൾ എഴുതി, എത്രയോ ദീർഘമായി സംസാരിച്ചു, പക്ഷേ ഈ റീലുകളിലൂടെയാണ് ഒരു പക്ഷേ ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നത്. കാലത്തിൻ്റെ 2 അറ്റങ്ങൾ എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത് നമുക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ PG ക്ലാസ് കയറാത്തതും പരീക്ഷ എഴുതാത്തതും ഒക്കെ അത്രയധികം വിദ്യാസമ്പന്നനല്ലാത്ത, പക്ഷേ
രാഷ്ട്രീയ സമ്പന്നനായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ജില്ലാ സെക്രട്ടറി, അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP വർക്കി സഖാവാണ് കണ്ടുപിടിക്കുന്നത്. വിളിപ്പിക്കുകയാണ് ആളെ വിട്ടിട്ട്, സഖാവ് എന്താ പരീക്ഷ എഴുതാത്തത് എന്നുള്ളത്. അപ്പൊ അതിന് ഒരുപാട് പ്രായോഗിക കാരണങ്ങൾ നിരത്തുന്നുണ്ട് ഇളയിടം. വീട്ടുകാരറിയില്ല പക്ഷേ ഇത്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ സഖാവ് ഇനി പരീക്ഷ എഴുതിയിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ ആ ഫസ്റ്റ് ക്ലാസ്സിന് കടപ്പെട്ടിരിക്കുന്നതും നിശ്ചയമായിട്ടും വർക്കി സഖാവിനോടാണ്. ഒപ്പം തന്നെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള വേദിയാക്കുന്നത് ചെത്തുതൊഴിലാളി ഓഫീസിന്റെ, യൂണിയൻ ഓഫീസിന്റെ മുറിയാണ് അല്ലെ. അപ്പൊ ഒരുപാട് മനുഷ്യരുടെ ചേർത്ത് നിർത്തലാണ് പറയുന്നത്. ഒരു സംശയമില്ല. ഞാനത് ഓർക്കണെന്ന് വെച്ചാൽ ഇപ്പൊ AP പോലെ ഒരാള് വാസ്തവത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൽ വലിയ മഹിമയുള്ള മനുഷ്യനാണ്. പക്ഷേ ആ മഹിമ അടുത്തറിഞ്ഞവർക്കറിയാമെന്നല്ലാതെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പുള്ളി പഴയ ഒരു ഏരിയ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങ് മാഞ്ഞു പോകും. അതനുഭവിച്ച മനുഷ്യരും ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം AP മരിച്ചിട്ട് തന്നെ ഇപ്പോൾ 20-25 വർഷത്തോളമായി. അപ്പോൾ അന്നത്തെ തലമുറയിലെ ആളുകളൊക്കെ പതുക്കെ പിൻവാങ്ങിക്കഴിഞ്ഞല്ലോ. ഇനി ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ ആരും തന്നെ ഇതൊന്നും ഓർക്കില്ല. അപ്പോൾ ഈ മഹിമയൊക്കെ ആരെങ്കിലും രേഖപ്പെടുത്തി വെക്കണമല്ലോ എന്നതുകൊണ്ടുകൂടി എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം ഇതൊന്നും സാധാരണമായ കാര്യങ്ങളല്ല. ഇപ്പം ഞാനിതിങ്ങനെ എഴുതുന്നോ അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു പ്രാധാന്യം കൈവരുമെന്നൊന്നും അന്ന് വിളിച്ചു പറയുമ്പോൾ AP കരുതേണ്ട ഒരു കാര്യമില്ലല്ലോ. അവിടെ ജില്ലാ ഓഫീസിൽ കിടന്നുറങ്ങുന്ന ഒരു പയ്യൻ, അയാൾ പരീക്ഷ എഴുതിയിട്ടില്ല എന്നത് പക്ഷേ പുള്ളിയുടെ ഒരു കൺസേണാണ്. ഞാനതിൽ കാണുന്ന ഈ കാമറേഡറി എന്ന് പറയുന്നൊരു മൂല്യത്തെയാണ്. കാരണം അയാളെയും ശ്രദ്ധിക്കണം. അല്ലാതെ പൊളിറ്റ് ബ്യൂറോ മെമ്പറെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. SFI നേതാവായിട്ട് ആ അപ്പുറത്തെ മുറിയിൽ കിടന്നുറങ്ങുന്ന ഒരു പയ്യനാണല്ലോ ഞാൻ. അയാളെയും ശ്രദ്ധിക്കണം എന്നതൊരു വലിയ കരുതലാണ്. അത് APക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും കാണിക്കൊന്നുമില്ല. APയുടെ ഭാവഭാവങ്ങളിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ഇപ്പം MTയെ കുറിച്ചൊക്കെ നമ്മൾ പറയണ പോലെ കല്ല് പോലെ ഇരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒന്നും കാണിക്കില്ല, പക്ഷെ എല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം അതെനിക്കൊരു വേറൊരു തരത്തിലുള്ളൊരു പരിശീലനമാണ്. ഈ പുറമേ കാണിക്കലും മാത്രമല്ല, ജെന്യൂനായിട്ട് കൺസേൺഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഇന്ന് ഒരു വലിയ ഇതാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ തൊഴിലാളി ഓഫീസ് ഏതാണ്ട് 85-ലാണ് 83-85 ഞാൻ പ്രീ ഡിഗ്രി ചെയ്യുന്നത്. പ്രീ ഡിഗ്രി അവസാന സെക്കൻഡ് ഇയർ ലാസ്റ്റ് ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ ഓഫീസിൽ ചെല്ലുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ ഒരു 85-ൽ എപ്പോഴെങ്കിലും ആയിരിക്കണം. അത് കഴിഞ്ഞിപ്പോൾ എന്താ പറയുക, ഒരു 40 വർഷമായിരിക്കണം. ഈ 40 വർഷമായിട്ടും ആഴ്ചയിലൊരിക്കലെങ്കിലും ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴല്ലാതെ ആഴ്ചയിലൊരിക്കലെങ്കിലും ആ ഓഫീസിൽ പോകാത്ത ഒരാഴ്ച ഉണ്ടായിട്ടില്ല. അവിടെ ഇരുന്ന് ധാരാളം പഠിച്ചു. MAക്കും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചതും ചില പുസ്തകങ്ങൾ എഴുതി. ഇപ്പോൾ മഹാഭാരതം അതിൻ്റെ ടെക്സ്റ്റ് ഫൈനലൈസ് ചെയ്തത് ഏതാണ്ട് ഒരു 6 മാസത്തോളം ആ ഓഫീസിലിരുന്നാണ്. അപ്പോൾ എനിക്കിരുന്ന് വർക്ക് ചെയ്യാൻ തന്നെ അവിടെ ഒരു സ്ഥലം അവരെ ഒരുക്കിയിട്ടിട്ടുണ്ട്. സുനിലിരിക്കാനാണെന്ന് പറഞ്ഞ് അങ്ങനെ തരും. അതങ്ങനെ ഞാൻ ചിത്തൊഴിലാളി ഓഫീസ് എൻ്റെയും കൂടി ഒരു ഓഫീസാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള അത്രയും ഒരു സ്വാസ്ഥ്യവും സ്വച്ഛതയും എനിക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പം അതെല്ലാം ഏതോ കാരണങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാനിത് സാമൂഹികം എന്ന് പറയുന്നത്. ഒറ്റയ്ക്കിരുന്നായിരിക്കും നമ്മൾ എഴുതുന്നത്, പക്ഷെ അതിൻ്റെ ആ സ്പേസും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടായി എന്നുള്ളത് APയുടെയൊക്കെ ആ നിലയ്ക്ക് ഒരു വലിയ മാതൃകയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊന്നും ശീലിക്കൽ എളുപ്പമല്ല. നിങ്ങൾക്കൊരു വലിയ ജാഥയുടെ മുമ്പിൽ നേതാവായി നിൽക്കാനായിട്ട് പറ്റും, മറിച്ച് ഏറ്റവും അവസാനത്തെ ഒരാളെ ശ്രദ്ധാപൂർവം നോക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അപ്പം അത് APന്ന് കിട്ടിയ ഒരു വലിയ പാഠമാണ്. അങ്ങനെ കുറേ പാഠങ്ങൾ പലരിൽ നിന്നായിട്ട് കിട്ടി. ചെറായി പരിസരത്തൂടെ ഓടിക്കളിച്ച് നടന്ന സ്കൂൾ ബാല്യം, അത് കഴിഞ്ഞ് മാലിയങ്കര SNM കോളേജിലെ ഡിഗ്രി കാലം, കലുഷിതമായ ഡിഗ്രി കാലം. കാലത്തെ പത്രങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു, ആശുപത്രിയിൽ നിന്ന് ആരെങ്കിലും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മഹാനായ ഒരു കവിയെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനന്ന് ഈ പറഞ്ഞ പോലെ കൂടുതൽ കവിത എഴുതുമായിരുന്നു. 3 വർഷം എനിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ കലോത്സവത്തിൽ കവിതാരചനയ്ക്ക് 2 തവണ ഫസ്റ്റ്, 1 തവണ സെക്കൻഡോ അങ്ങനെ എന്തൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കവിത എന്നുള്ളത് അന്ന് എൻ്റെ ഒരു താല്പര്യത്തിലുള്ളതായിരുന്നു. പിന്നെ ധാരാളം കവിതകളൊക്കെ അക്കാലത്ത് വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ കവിത ചൊല്ലലുണ്ടായിരുന്നു കുറേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് കവിത ചൊല്ലുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാണാതെ പഠിക്കുമല്ലോ. അത് കുറേ വൊക്കാബുലറി നമുക്ക് തരും. വാസ്തവത്തിൽ കവിത എഴുത്തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ പദകോശം ശക്തിപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ വാക്കുകൾ തേച്ച് എനിക്ക് പുതിയ വാക്കുകൾ കോയിൻ ചെയ്ത് അങ്ങനെ വാക്കിലുള്ള ഒരു സൂക്ഷ്മ ശ്രദ്ധ കിട്ടിയത് കവിതയിൽ നിന്നാണ്.
അത് പിന്നീട് എനിക്ക് പ്രസംഗവേദിയിൽ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഉചിതമായ സന്ദർഭത്തിൽ വേണ്ട ഒരു വാക്ക് മിക്കവാറും എനിക്ക് കിട്ടാറുണ്ട്. അപൂർവമായിട്ട് എനിക്ക് വാക്കിന് വേണ്ടി ഒരു തപ്പിത്തടയൽ പൊതുവേ ഉണ്ടാവാറില്ല എന്ന് തന്നെ പറയാം. ആ, അത് കവിത തന്നൊരു ഗുണമാണ്. പക്ഷേ ഡിഗ്രിക്കാണ് ഞാനിതെല്ലാം ചെയ്തത്. PG എത്തിയപ്പോൾ ഞാൻ വലിയ കവികളെ വായിക്കാൻ തുടങ്ങിയത് PGയിലാണ്. പ്രത്യേകിച്ച് എടശ്ശേരി, വൈലോപ്പിള്ളി, ആശാനൊക്കെ വായിക്കുന്നത് ഈ PG കാലത്താണ്. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ കവിതയിൽ വലിയൊരു ആ അത് വാർത്താ തലക്കെട്ടില് ഒരു അതെ, വേറൊരു അത് സംഭവം ഇരിപ്പുണ്ട്. അതെ, അതായത് അതെ. ആശുപത്രിയിൽ നിന്ന് നാരങ്ങലെത്തി. അത് ശരി. അരങ്ങിലേക്കാണല്ലേ കലാപ്രതിഭ കലാപ്രതിഭ. പട്ടമൊക്കെ വാങ്ങിയെന്നുള്ള സത്യമാണ്. അതെ, അതെ. പക്ഷെ മാഗസിൻ എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിനെ ബൂർഷ എന്ന് എന്ന് വിളിച്ചിട്ട് പുറത്താക്കപ്പെടുന്ന സ്ഥിതി വരെ വന്നതാണ്. കയ്യാങ്കളിയിൽ അതെ, എത്തിയിട്ടാണ് അതെ. ഈ കെട്ടുകൊണ്ടാണ് പോകുന്നത്, അതെ, അതെ, അരങ്ങിലേക്ക് അതെ. പോകുന്നത്. അതെ, അതെ. ക്യാമ്പസിൽ എന്തോ ഒരു സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് 3-4 ദിവസം ആശുപത്രി കിടന്നു. ആശുപത്രി കഴിഞ്ഞിട്ട് തൊട്ട് പിന്നെ അടുത്ത ദിവസം തന്നെ കലോത്സവത്തിന് കോട്ടയത്തേക്ക് പോവുകയാണ്. അപ്പോൾ കോട്ടയത്ത് പോകുമ്പോൾ 3-4 ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പ്രസംഗമുണ്ട്, കവിതാ പാരായണമുണ്ട്, കവിതാ രചനയുണ്ട്, പിന്നെ എസ്സേ റൈറ്റിങ്ങോ അങ്ങനെ എന്തോ ഒരു ഐറ്റം ഉണ്ട്. 3-4 ഐറ്റത്തിൽ ഞാനന്ന് പങ്കെടുക്കുന്നുണ്ട്. അന്നൊരു 3 ഐറ്റത്തിലോ 4 ഐറ്റത്തിലോ എനിക്ക് സമ്മാനം കിട്ടി. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല. പക്ഷെ എങ്ങനെയോ അത് സംഭവിച്ചു. അപ്പോൾ കലാപ്രതിഭയായി. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം നേരെ ഇവിടെ വന്ന് കലാപ്രതിഭയായി. അതാണ് ആ തലക്കെട്ടായത്. ആശുപത്രിയിൽ നിന്ന് അരങ്ങിലെത്തി എന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതിന് അങ്ങനെ ഒരു ഉള്ളടക്കം ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഡിസ്ചാർജ് ആയതിൻ്റെ പിറ്റേ ദിവസമാണ് കോട്ടയത്ത്. ഞാനെപ്പോഴും കലാപ്രതിഭ എന്നുള്ളതൊന്നും നമ്മുടെ സ്വപ്നത്തിലൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ കവിതയ്ക്കൊരു സമ്മാനം, പ്രസംഗത്തിനൊരു സമ്മാനം എന്നൊക്കെ കരുതുന്നുള്ളൂ. അപ്പം ഞാൻ ഈ മത്സരമൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി കോട്ടയം നഗരത്തിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. അങ്ങനെ സിനിമ കാണാൻ പോകുന്നു. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നിരന്തര അനൗൺസ്മെൻ്റാണ്. ഇങ്ങനെ ഇന്ന കോളേജിലെ വിദ്യാർത്ഥി ശില്പികളുടെ വേദിയിൽ വരണം, സ്റ്റേജിൽ എത്തണം എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് അന്ന് വൈകുന്നേരം 5 മണിക്ക് മറ്റാണ് ഈ സമാപന സമ്മേളനം. അപ്പം നമുക്ക് സമ്മാനം തരാനാണ്, നമ്മളവിടെ എത്തിക്കാനാണ് ഈ വിളിക്കുന്നത്. എനിക്കൊന്നും പറഞ്ഞുകൂടല്ലോ. ഞാൻ ഫസ്റ്റ് ഷോ മാറ്റിനിയൊക്കെ കണ്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇത്. അപ്പം പക്ഷെ അങ്ങനെ ഒരു സമ്മാനം കിട്ടി. മാധവിക്കുട്ടിയെ മറ്റായിരുന്നു, അനന്തമൂർത്തി VC ആയിരുന്നു. അനന്തമൂർത്തി പിന്നീട് ഒരു കത്തും ഒരു അപ്രീസിയേഷൻ ലെറ്ററും ഒക്കെ പ്രത്യേകം അയക്കുകയും ചെയ്തു. വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. മലയങ്കര കോളേജിലെ ആ ഒരു വിവാദം കുറച്ച് ബാധിച്ചു. അധ്യാപകര് 2 ചേരികളാവുന്നു, വിദ്യാർത്ഥികൾ 2 ചേരികളാവുന്നു. അങ്ങനെ കുറെ SNM കോളേജിലാണ് പഠിക്കുന്നത്. അതെ, അതെ. മാനേജ്മെന്റിന്റെ വലിയ എതിർപ്പുണ്ടായി. പുറത്താക്കണം എന്നൊക്കെയുള്ള ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാനേജ്മെന്റിന്റെ ഉള്ളിൽ. പിന്നെ നിത്യനിയതിയാണ് വാസ്തവത്തിൽ അതിൽ നിന്ന് എന്നെ പുറത്തേക്ക് കടത്തിവിട്ടത്. അത് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, എന്നെ അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമൊന്നുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ ഗുരുവിനെ ബൂർഷ്വാ നവോത്ഥാന നായകൻ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്നോ മറ്റോ ഒരു ചോദ്യരൂപേണ. അപ്പോൾ ഗുരു പറഞ്ഞു അതൊരു മാർക്സിസ്റ്റ് വിശകലന രീതിയാണ്, അതൊരു ആക്ഷേപമായിട്ടൊന്നും കാണണ്ട. പക്ഷേ ഗുരു അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഒരു വിശകലന രീതിയാണ്. നിങ്ങൾ കരുതണ പോലെ അതൊരു അധിക്ഷേപ വാക്കായിട്ടല്ല മാർക്സിസ്റ്റ് വിശകലന രീതിയിൽ വരുന്നതെന്ന് കുറച്ചൊരു സൗമ്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ അതിൻ്റെ പുറത്ത് ആ പ്രശ്നം അവസാനിച്ചു പോയി എന്ന് പറയാം. കാലം കഴിയെ അതേ ബൂർഷ്വാ നവോത്ഥാന നായകൻ എന്ന് എഴുതിയ അതേ പേന കൊണ്ട് തന്നെ ഗുരുവിനെ കുറിച്ച് പുസ്തകം ഒരുപാട് എഴുതി. വാസ്തവത്തിൽ ബൂർഷ്വാ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് അതായത് ഒരു ആധുനിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് വ്യാവസായികത, വിദ്യാഭ്യാസം, സാമൂഹ്യ പരിഷ്കരണം അതൊക്കെ ഗുരു എൻഗേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗുരുവിൻ്റെ ജീവിതത്തിലെ എത്രയോ പ്രതലങ്ങളിൽ ഒരു ഘടകം മാത്രമാണത്. അപ്പം ആ ഘടകത്തെ മാത്രം എടുത്ത് ഗുരുവിനെ ബൂർഷ്വാ നവോത്ഥാന നായകൻ എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റെന്നുള്ളതിനേക്കാളൊക്കെ വളരെ ഇടുങ്ങിയ മനസ്സിലാക്കലാണ്. ഞാനത് തെറ്റെന്ന് പറയല്ല. ഒരു ബൂർഷ്വാ സമൂഹ രൂപീകരണത്തിനായുള്ള ശ്രമം, ബൂർഷ്വാ എന്ന് ഞാൻ പറയുന്നത് ഒരു ആധുനിക മുതലാളിത്ത സമൂഹം, വ്യക്തി സ്വാതന്ത്ര്യം, പൗരത്വം, സമത്വം, പുരോഗതി, ശാസ്ത്രബോധം എന്നൊക്കെ നമ്മൾ പറയുന്ന മൂല്യങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഈ ബൂർഷ്വാ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതിലേക്ക് കേരളത്തെ രൂപാന്തരപ്പെടുത്താൻ ഗുരു ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല ഗുരു. നമ്മളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ മാത്രം എടുത്തിട്ട് അതാണ് ഗുരു എന്ന് ഫ്രീസ് ചെയ്യും. ഇപ്പം ചില ആളുകൾ ഗുരുവിലൊരു യുക്തി വിചാരം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഗുരു യുക്തിവാദിയാണെന്ന് പറയുമല്ലോ. പരമ്പരാഗത അർത്ഥത്തിൽ ഗുരു ഒരു യുക്തിവാദിയല്ല. പക്ഷേ യുക്തിക്ക് നിരക്കാത്തതൊന്നും ഗുരു പറയില്ല. അല്ലാതെ പഴയ ഒരു കേവല വിശ്വാസത്തിൻ്റെയോ ആചാരബോധത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഗുരു ഒന്നും ചെയ്യില്ല.
പക്ഷെ അതുകൊണ്ട് ഗുരു എം സി ജോസഫിനെ പോലെയോ ഇടമറുകിനെ പോലെയോ ഒന്നും ഒരു യുക്തിവാദിയുമല്ല. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ലെയറുകളുള്ള മനുഷ്യരെ നമ്മൾ ഒരു ലെയറിലൊന്നും കൊണ്ടുപോയി തളയ്ക്കരുത്. നമ്മുടെ സോഷ്യൽ അനാലിസിസിലുള്ള ഒരു വലിയ ഒരു ദൗർബല്യമാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ രീതികളോടും കഠിനമായി വിയോജിക്കാറുള്ള ഒരാളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കഥ വായിച്ച് അല്ലെങ്കിൽ കവിത വായിച്ച് അതിലേതെങ്കിലും ഒരു ലെയറിലുള്ള ഒരു മീനിങ്ങിനെ എടുത്തിട്ട് അതിനെ ഫ്രീസ് ചെയ്ത് ഇതാണ് അതെന്ന് പറയാം. അപ്പം എന്താ അപകടം എന്ന് വെച്ചാൽ ആ ആശയത്തോട് കൗണ്ടർ ചെയ്യുന്ന ഒരു തലം ആ കവിതയിൽ തന്നെ വേറെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കലാവസ്തുവിൽ ഒരാശയത്തെ അല്ലെങ്കിൽ ഒരു അനുഭവത്തെ അതൊരു ഘട്ടത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ അനുഭവത്തെ തന്നെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും, റദ്ദ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ ഒരു ഫൈറ്റ് വലിയ മനുഷ്യരിലൊക്കെ കാണാം. അവരൊരുപാട് തലങ്ങളിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഗാന്ധി ഒരിക്കൽ പറയുന്നുണ്ട്, അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ ചുവന്നുകൊണ്ട് നടക്കുന്നില്ല എന്നത് വല്ലാത്തൊരു വാക്യമാണ്. അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ ഹോബ് ഗോബ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്കാണ്. മേഴ്സണിൽ നിന്ന് പുള്ളിക്ക് കിട്ടിയതാണ് അത്. ഞാൻ ഈ അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ കൊണ്ട് നടക്കുന്നില്ല. അപ്പം അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു ഒബ്സർവേഷനാണ്. വലിയ ചിന്തകരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അവരിങ്ങനെ അതത് കാല സന്ദർഭങ്ങളോട് പ്രതികരിച്ച് അവരുടെ പ്രതികരണവും മാറും, അവരും മാറും. അല്ലാതെ നിങ്ങളിങ്ങനെ വടി പോലെ 50 കൊല്ലം അനങ്ങാതെ നിൽക്കുന്നു എന്നുള്ളത് എന്തോ മഹത്തായ കാര്യമാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോൾ കാളീപൂജയ്ക്കോ അല്ലെങ്കിൽ ഭദ്രകാളി അഷ്ടകം എഴുതിയ ഒരാളാണല്ലോ ഗുരു. അവിടെ നിന്ന് അനുകമ്പാദേശം എഴുതുന്ന ഒരാളിലേക്ക് മാറുന്നുണ്ട്. ഇതൊരു മാറ്റമാണ്, തുടർച്ചയുമാണ്. തുടർച്ച മാത്രമല്ല, മാറ്റമുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരെ ഫ്രീസ് ചെയ്ത് നിർത്തുന്നത് ഒട്ടും ശരിയല്ല. ഈ ഭൂഷാ നവോത്ഥാന നായകൻ എന്നൊക്കെ പറയുന്നതിൽ അങ്ങനെ ഒരു ദൗർബല്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളിൽ താരതമ്യേന സാമൂഹ്യ പരിഷ്കരണപരമായ ഒരംശം ഉണ്ട്. അത് ഈ സ്വഭാവമുള്ളതാണ്. പക്ഷെ ഗുരു അതിൻ്റെ എത്ര മടങ്ങ് വലിപ്പമുള്ള ആളാണ്. അത് മനസ്സിലാവാൻ കുറച്ചുകൂടി കാലം എടുത്തു. മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ എന്നെ തന്നെ തിരുത്തുകയും ചെയ്തു. ഇപ്പോൾ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ആരെക്കുറിച്ചെങ്കിലും സംസാരിക്കുകയും ആലോചിക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ട് വ്യക്തിപരമായി ഞാൻ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയത് ഗുരുവിൻ്റെ കാര്യമാണ്. ഗുരുവിനെ കുറിച്ച് പറഞ്ഞ് ഞാനും കുറേ മാറിയിട്ടുണ്ട്. ഇനിയുള്ള കേരളത്തിൽ ഗുരുവിൻ്റെ പ്രസക്തി ഉണ്ടോ? ഇനിയൊരു ഗുരുവിനെ കേൾക്കാൻ നമ്മൾ തയ്യാറാണോ? ഗുരുവിന് പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഗുരു അതേപോലെ ഒരാൾ ഇനി ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഒരു പ്രത്യേക കാലസന്ദർഭം ജന്മം നൽകുന്നതാണല്ലോ. അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നവോത്ഥാന ഉദ്ദേശം കഴിഞ്ഞു, ആ ഒരു ഫേസ് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം മുമ്പോട്ട് വെച്ച ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഗുരുവിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം ഈ അപരപ്രിയം എന്ന് പറയുന്ന ഒരു ആശയം. അത് പ്രാപഞ്ചിക വ്യാപ്തിയുള്ള ഒരു ആശയമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്ന അതിനെ നമ്മൾ കൂട്ടിയണക്കണ്ട. കാരണം ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തോടുള്ള തൻ്റെ വിയോജിപ്പ് ഗുരു ജീവിക്കുന്ന കാലത്ത് തന്നെ ഗുരു പൽപ്പൂന് എഴുതിയ കത്തി പറയുന്നുണ്ട്. മുമ്പ് വാക്കിൽ നിന്നെന്ന പോലെ ഇപ്പം മനസ്സിൽ നിന്നും നാം യോഗത്തെ വിട്ടിരിക്കുന്നു എന്ന് ഗുരു എഴുതുന്നുണ്ട്. യോഗത്തിന് ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നു. യോഗത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ വീക്ഷണങ്ങൾക്ക് വിലയില്ലാണ്ടായിരിക്കുന്നു. അതുകൊണ്ട് മുമ്പ് മനസ്സിൽ നിന്ന് വിട്ടു, വാക്കിൽ നിന്ന് വിട്ടു, ഇപ്പം മനസ്സിൽ നിന്ന് വിട്ടിരിക്കുന്നു. അങ്ങനെയാണല്ലോ ഈ സന്യാസി സംഘം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊരു നാമമാത്ര ബോർഡ് മാത്രമാണ് എന്ന് ഞാൻ പറയണില്ല. ഗുരുവിൻ്റെ ഒരു ലെഗസിയെ ഒരു നിലയ്ക്ക് അവർ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ ആദർശങ്ങളുടെ പൂർണ്ണാവിഷ്കാരമാണോ SNDP എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ വലിയ പ്രയാസം വരും. കാരണം ഗുരു പറഞ്ഞ പല ആശയങ്ങളിൽ നിന്നും അത് ധാരാളമായി മാറിപ്പോയി. പ്രസ്താവനകൾ വരുന്നു. ഇപ്പം ഈ എന്താ പറയുക, സമീപകാലത്തൊക്കെ മുസ്ലിം സമുദായത്തിനെതിരെയൊക്കെ നടത്തിയ ആ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകൾ ഗുരുവിൻ്റെ സ്പിരിറ്റിനോട് 1% പോലും യോജിക്കില്ല. തീർത്തും ഗുരുവിനെതിരായ ഒരു പൊസിഷനാണ് അത്. എല്ലാ സമുദായങ്ങളിലും വിഭാഗീയതയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കുത്തകയൊന്നുമല്ല. അപ്പോൾ ഒരു സമുദായത്തെ മൊത്തത്തിൽ അങ്ങനെ ഡെമണൈസ് ചെയ്ത് ഉള്ള പ്രസ്താവനകളൊന്നും ഞാൻ പറയണത് ഗുരുവിൻ്റെ അനുയായി എന്നല്ല, വിവേകമുള്ള ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടേത് പോലൊരു കാലത്ത്. അപ്പോൾ ഗുരുവിൻ്റെ വലിയ ലെഗസി ക്ലെയിം ചെയ്യുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഗുരു എന്നും പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വൈരുദ്ധ്യം കണ്ടു ചിരിക്കാന്നല്ലാതെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. അതേസമയം ഗുരുവിൻ്റെ റെലവൻസ് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ പല തലങ്ങളിൽ. അതായത് ഒന്ന്, ഇപ്പം ഗുരു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ ആധ്യാത്മികം ഭൗതികം എന്ന വിഭജനമൊന്നും വാസ്തവത്തിൽ നിലനിൽക്കുന്നതല്ല. അവിടെ ഗുരു ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ ശരീരം ഫലപ്രദമാവണമെങ്കിൽ എല്ലാ അവയവങ്ങളും ഒത്തിരിക്കണം.
ശിരസ്സും വേണം, കൈയും വേണം, കാലും വേണം, കണ്ണും വേണം. അല്ലാതെ ശിരസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു മനുഷ്യജീവിതം പറ്റില്ല. അപ്പോൾ ഗുരു പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശരീരത്തിൽ എല്ലാ ഘടകങ്ങളും പരസ്പര പൊരുത്തത്തോടെ പ്രവർത്തിക്കണം. അപ്പം അത് തീർത്തും എന്താ പറയുക, തലച്ചോറിൻ്റെ സിരാപടലങ്ങളുടെ പ്രവർത്തനമുണ്ട്, തീർച്ചും ഭൗതികമായ നമ്മുടെ കൈയിൻ്റെയോ കാലിൻ്റെയോ പ്രവർത്തനവുമുണ്ട്. ഇത് രണ്ടും ആവശ്യമാണ്. എന്നതുപോലെ ഒരു സമൂഹത്തിൻ്റെ സമുന്നതിക്ക് ആത്മീയവും ഭൗതികമായ കാര്യങ്ങളും ഒരുപോലെ ആവശ്യമാണ്. അതിന് ഏതെങ്കിലും ഒന്ന് പ്രധാനം എന്ന് കാണേണ്ടതില്ല എന്നൊരു ഘട്ടത്തിൽ ഗുരു പറയുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ കാണുന്നത് ഗുരുവിൻ്റെ ആത്മീയത എന്ന് പറയുന്നതിൻ്റെ ഒരു ഉള്ളിൽ ഈ ആചാരപരമോ അല്ലെങ്കിൽ പൗരോഹിത്യപരമോ ഒന്നും അല്ല ഗുരുവിൻ്റെ ആത്മീയത. അത് അടിസ്ഥാനപരമായി പ്രാപഞ്ചികമായ ഒരു അപരോന്മുഖതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒന്നിനെ. ആ പദമൊന്നും പര്യാപ്തമല്ല. പക്ഷെ എല്ലാറ്റിനെയും അനുകമ്പാശകത്തിൻ്റെ തുടക്കത്തിൽ പറയല്ലോ, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്ന പ്രൈമറി കൺസേൺ അതാണ്. അത് കഴിഞ്ഞിട്ടാണ് കരുണാകര എന്ന് പോലും ഗുരു പറയുന്നത്. ആദ്യത്തേത് ഒരു പീഡ എറുമ്പിന് വരുത്തരുത് എന്നുള്ളതാണ്. അപ്പം അത് എത്രയോ വിപുലമായ ഒരു അർത്ഥത്തിൽ ഈ ബുദ്ധമതത്തിൽ നിന്നൊക്കെ വന്ന കാരുണ്യത്തിൻ്റെ ഒരു വലിയ മൂല്യം അതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ആശയത്തോട് നമുക്ക് ചേർന്ന് പോകാനായിട്ട് നമ്മൾ സ്വയമേവ വിശ്വാസിയോ മതബോധമുള്ള ആളോ ആചാരങ്ങളിൽ ജീവിക്കുന്ന ആളോ ഒന്നും ആവണമെന്നില്ല. എൻ്റെ ഒരു തോന്നൽ അവിശ്വാസിയായിരുന്നുകൊണ്ട് തന്നെ ഗുരുവിനോട് ഒത്തുപോകാൻ ഒരു പ്രയാസമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചെങ്കിലും അങ്ങനെ ഒരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഗുരുവിൻ്റെ ദൈവബോധത്തെ തള്ളിക്കളയാൻ വേണ്ട എനിക്കതിൽ. വളരെ എന്താ പറയുക, ഒരു ബുദ്ധി ഉറച്ച കാലം മുതലേ മാർക്സിയൻ ചിന്താഗതിയിലൂടെ പോകുന്നതാണ്. മാർക്സിനെ കൂടുതൽ അറിയാനും അതേപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ എല്ലാ അടരുകളും കൃത്യമായി രേഖപ്പെടുത്താനും പഠിക്കാനും ഒക്കെ ഒരുപാട് കാലം സമയവും അധ്വാനവും ചെലവഴിച്ച ഇളയിടം കൂടുതൽ താല്പര്യം മഹാത്മാഗാന്ധിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ത്രികോണ ബന്ധം മാർക്സിസം, മഹാഭാരതം, മഹാത്മാഗാന്ധി ഇളയിടം സൂക്ഷിക്കുന്നുണ്ട്. ഇത് മൂന്നും വൈരുദ്ധ്യമാണ് ഒരു കണക്കിൽ. പക്ഷെ ഇതിനെ ഏതെല്ലാം തലത്തിൽ ഇളയിടം വളരെ വൃത്തിയായും കൃത്യമായിട്ടും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധിയും മഹാഭാരതവും മാർക്സിയൻ ചിന്താഗതിക്കാരനായിട്ടുള്ള ഇളയിടത്തിന് എങ്ങനെയാണ് പ്രസക്തമാവുന്നത്, പ്രധാനമാവുന്നത്? അല്ല, ഞാൻ മാർക്സിസത്തെ കാണുന്നത് അതൊരു കക്ഷി തലത്തിലോ അല്ലെങ്കിൽ ഞാൻ തന്നെ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ലോകവീക്ഷണം എന്ന നിലത്തിലോ മാത്രമൊന്നുമല്ല. മറിച്ച് ലോകയാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനും വിശദീകരിക്കാനുമുള്ള ഒരടിസ്ഥാനപരമായ ചിന്താപദ്ധതിയും അതിൻ്റെ ഒരു പ്രായോഗിക നിർവഹണ രൂപവും എന്ന നിലയിലാണ്. അതുകൊണ്ട് ആ ചിന്താപദ്ധതിക്ക് എന്താ പറയുക, കക്ഷി രാഷ്ട്രീയത്തെക്കാളൊക്കെ വ്യാപ്തിയുണ്ട്. അത് ലോകയാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനും അതിനെ സൂക്ഷ്മമായിട്ട് എന്താ പറയുക, അതിൻ്റെ മൂർത്ത രൂപത്തിൽ, ഞാൻ ആ വാക്ക് വളരെ ശ്രദ്ധാപൂർവം പറയുന്നതാണ്, ഒരു കോൺക്രീറ്റ് സിറ്റുവേഷനിൽ ഒന്നിനെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് മാർക്സിസത്തിൻ്റെ ഒരു രീതിശാസ്ത്രമാണ്. അപ്പം ഞാൻ ഒരുപാട് വിഷയങ്ങളിൽ താല്പര്യം വെച്ച് പുലർത്തുന്ന ആളാണ്. ചിലപ്പോൾ സംഗീതം, ചിലപ്പോൾ നൃത്തം, ചിത്രകല, സാഹിത്യം, അങ്ങനെ പലതിലും. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്തിനാണ് ഈ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ വ്യാപരിക്കാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശ്രദ്ധാപൂർവം നിൽക്കുന്നതല്ലേ നല്ലത്? അപ്പം എൻ്റെ ഒരു തോന്നലെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ വ്യാപരിക്കുന്നത് അടിസ്ഥാനപരമായി ഒരു രീതിശാസ്ത്ര സമീപനത്തിനുള്ളിൽ നിന്നാണ്. അത് മാർക്സിസ്റ്റ് സമീപനമാണ്. അതിലൂടെ ഞാൻ ഇതിലേക്കൊക്കെ കടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അതിൽ വലിയ വൈരുദ്ധ്യം വ്യക്തിപരമായിട്ടില്ല. പിന്നെ മഹാത്മാഗാന്ധിയോ മഹാഭാരതമോ പോലുള്ള പ്രമേയങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ ആഴമേറിയ സ്വാധീനം ചെലുത്തിയ ഘടകങ്ങൾ എന്ന നിലയ്ക്ക് കൂടിയാണ് അത് നമ്മുടെ താല്പര്യ വിഷയമാവുന്നത്. ഇപ്പം മഹാഭാരതത്തെ ശ്രദ്ധിച്ചില്ലെങ്കിലും അപകടമൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് അത് ഇല്ലാണ്ടാവുകയില്ല, അതവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാമല്ലോ, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏറ്റവും മഹിമയുള്ള എഴുത്തുകാരെ മഹാഭാരതം എങ്ങനെയൊക്കെയോ സ്വാധീനിക്കുന്നുണ്ട്. അത് കുട്ടിക്കൃഷ്ണമാരാരെ പോലെ ഒരാൾ ഒരു ഭാഗത്തുണ്ട്, MTയെ പോലെ ഒരാളുണ്ട്, അവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായ PK ബാലകൃഷ്ണനുണ്ട്. ഇപ്പം PKBയുടെ ലോകബോധമോ സാമൂഹ്യബോധമോ ഒന്നും ഈ രണ്ടുപേരുടെ അല്ല.
പക്ഷേ പി കെ ബാലകൃഷ്ണൻ മഹാഭാരതത്തിൽ ചെന്ന് മുട്ടുന്നുണ്ട് കർണനിലൂടെ കർണനിലൂടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ, ദ്രൗപദിയും കർണനെയൊക്കെ വെച്ച് വേറൊരു, അതെ. ഞാൻ കരുതുന്നത് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മെച്ചപ്പെട്ട മഹാഭാരത നോവലുകളിലൊന്നും ഇനി ഞാൻ ഉറങ്ങട്ടെയാണ്. രണ്ടാം മുഴം പോലെ തന്നെ. പ്ലാറ്റോണിക് ലവ് അല്ലേ? അതെ, അങ്ങനെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു വലിയ ആത്മസംഘർഷങ്ങളുടെ ഒരു ലോകം ബാലകൃഷ്ണൻ അതിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ യയാതിയെ പോലെ നോവൽ എഴുതുന്ന ഖണ്ഡേക്കർ ഉണ്ട്, ഇരാവതി കർവയുണ്ട്, ശിവജി സാവന്ത് ഉണ്ട്, ദ്രൗപദി പ്രതിഭ റായ് ഉണ്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ ഇത് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. മോഡേണിസത്തിൽ വരുവാണെങ്കിൽ ദേവദത്ത് പട്നായിക്, അതെ, ദേവദത്ത് പട്നായിക് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര്, അല്ലെങ്കിൽ ധാരാളം പന്ഥായുഗ് പോലെ നാടകങ്ങൾ വരുന്നുണ്ട്. അത് സ്പർശിക്കാത്ത മനുഷ്യർ കുറവാണെന്ന് പറയും. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ആലോചിക്കാൻ നമുക്കും ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു കാര്യം. ഇതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ചെതറിക്കിടന്ന്, ഇപ്പോൾ ഗാന്ധി ഇന്ത്യയിൽ 1915 വരുന്ന സമയത്ത് 500 നാട്ടുരാജ്യങ്ങൾ, കുറേ ബ്രിട്ടീഷ് മേഖലകൾ, ജാതി, മതം, പ്രാദേശികത, ഇങ്ങനെ ചിന്നി ചെതറിക്കിടക്കുന്ന ഒരു ജനതയാണല്ലോ. അതിനെ കൂട്ടിയിണക്കി ഒരു വലിയ ഒരു ദേശീയ സമൂഹമാക്കി മാറ്റുകയും ബ്രിട്ടീഷ് വിരുദ്ധമായ വലിയൊരു സമരമുഖം അതിൽ നിന്ന് രൂപപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ഗാന്ധിയുടെ കോൺട്രിബ്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതെങ്ങനെ നടന്നു എന്നത് പ്രധാനമാണ്. അതിൽ ഗാന്ധി ഉപയോഗിച്ച രീതികൾക്ക് എന്തെങ്കിലും പ്രാധാന്യം ഇന്നുണ്ടോ? ഞാനും ഗാന്ധിയെക്കുറിച്ച് ആദ്യം വളരെയധികം സംശയാലുവായിരുന്നു. ഗാന്ധി ഇപ്പോൾ ആളുകൾ പുലർത്തുന്ന ഗാന്ധി വിരോധം ഉണ്ടല്ലോ, അത് ഒരു 15-20 വയസ്സ് വരെയൊക്കെ, 20 അല്ല, ഒരു 25 വയസ്സ് വരെയൊക്കെ ശക്തമായിട്ട് എന്നിലും ഉണ്ടായിരുന്നു. അതേസമയം ഗാന്ധി ഇന്ത്യൻ ഇന്ത്യൻ മാർക്സിസത്തിന്റെ വേറൊരു ടാർഗറ്റ് ആയിരുന്നു. അതെ, ഇന്ത്യൻ മാർക്സിസത്തിന് അങ്ങനെ ഒരു ഗാന്ധി വിമർശനത്തിന്റെ ഒരു ധാര ഉണ്ടല്ലോ. ഗാന്ധി ഒരു, നേരത്തെ ഞാൻ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഗാന്ധിയെ ഒരു എന്താ പറയുക, ഒരു ബൂർഷ്വാ ലീഡർഷിപ്പായിട്ട് കാണുക, ബൂർഷ്വാസിയുടെ ഒരു മുഖംമൂടി മാത്രമാണ് ഗാന്ധി എന്ന് കരുതുക, അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ആദ്യകാലം മുതലേ ഗാന്ധിക്കെതിരെ ഇന്ത്യൻ മാർക്സിസ്റ്റുകൾക്കുള്ളിലുണ്ട്. പക്ഷെ ഏതോ നിലയിൽ എനിക്ക് ചില പ്രശ്നങ്ങൾ തോന്നിയിരുന്നു കേട്ടോ. അതായത് അങ്ങനെ ഒരു ബൂർഷ്വാസിയുടെ വെറും ഏജന്റ് ആണോ ഗാന്ധി എന്നെനിക്ക് ധാരാളം സംശയം തോന്നിയിരുന്നു. കാരണം അദ്ദേഹം വ്യക്തിപരമായി എടുക്കുന്ന ചില നിലപാടുകൾ, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരോട് താതാത്മ്യപ്പെടാനായിട്ട് ഗാന്ധിക്ക് കഴിഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരു മാർക്സിസ്റ്റിനും കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ കോടിക്കണക്കായ മനുഷ്യരുടെ ഏറ്റവും പ്രൈമറി സിറ്റുവേഷനോട് ഐഡന്റിഫൈ ചെയ്തത് ഗാന്ധിയാണല്ലോ. ഇപ്പോൾ എം.എൻ. റോയിയോ രജനി പാംദത്തോ ഒക്കെ ചെയ്തതിനേക്കാൾ എത്രയോ കൂടുതൽ ഇന്ത്യൻ ഗ്രാമീണ ജനതയോട്, നിസ്വരായ മനുഷ്യരോട് ഗാന്ധി ഐഡന്റിഫൈ ചെയ്തു. ഒക്കെ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നു. അപ്പം ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ്, ഒരാളായിട്ടാണ് എനിക്ക് ഗാന്ധിയെ തോന്നിയത്. പല തലങ്ങളുണ്ട്. ഗുരുവിനെ കുറിച്ച് പറഞ്ഞ പോലെ ഹിറ്റ്ലർക്ക് ഉപദേശരൂപേണ കത്തെഴുതും, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിങ്ങളായിക്കോളൂ, രാജ്യം വിഭജിക്കരുതെന്ന് ജിന്നോട് പറയും. ഇതൊക്കെ ഭയങ്കര, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ തൊട്ട് പിന്നാലെ പാകിസ്ഥാന് പണം തിരിച്ചു കടം കൊടുക്കണം എന്നാവശ്യപ്പെട്ട് നിരാഹാരം കിടക്കും. അങ്ങനെ എന്തും ചെയ്യുന്ന ഒരു വലിയ സങ്കീർണ പ്രകൃതമുണ്ട് ഗാന്ധിയിൽ. അപ്പം അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ചവരയിലെടുത്തൊരു പൊസിഷൻ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചോ ബൂർഷ്വാസിയുടെ ഏജന്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ എന്നൊരു തോന്നലും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വിശദീകരണത്തിൽ എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇത്തരം സന്നിഗ്ധതകൾക്ക് പരിഹാരമായത് ഇർഫാൻ ഹബീബിൻ്റെ ഒരു വലിയ പഠനം ഉണ്ടായിരുന്നു, ഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കാണ്, സഫ്ദർ ഹഷ്മി മെമ്മോറിയൽ ലെക്ചറോ അങ്ങനെ എന്തായിരുന്നു. അത് എന്നെ ഈ പറഞ്ഞ മട്ടിൽ ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ, ഇർഫാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ ആണല്ലോ, ആ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഗാന്ധിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിന് എനിക്ക് തൃപ്തികരമായ ആദ്യത്തെ ഉത്തരം കിട്ടിയത് ആ ലേഖനത്തിൽ നിന്നാണ്. അതോടെ ഞാൻ എൻ്റെ സന്നിഗ്ധതകളിൽ നിന്ന് കുറേ അധികം പുറത്തു കടന്നു. പിന്നെ ഞാൻ ധാരാളമായിട്ട് ഗാന്ധിയെ വായിച്ചു. വലിയ ഫിലോസഫേഴ്സ് ഗാന്ധിയെ നോക്കുന്ന രീതി, പ്രത്യേകിച്ചും അഖിൽ ബിൽഗ്രാമി എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്, അവർ ഗാന്ധിയെ മാർക്സിനെയും ചേർത്ത് വെച്ച്, ബിൽഗ്രാമി പറയുന്നത് അന്യവൽകൃതമായ മനുഷ്യജീവിതമായിരുന്നു രണ്ടുപേരുടെയും ലക്ഷ്യം ആത്യന്തികമായി. അതുകൊണ്ട് ഫൈനൽ പോയിന്റിൽ അവർ തമ്മിൽ ചേരുന്ന ഇടങ്ങളുണ്ട്, വഴികളിൽ അവർക്കിടയിൽ ധാരാളം വിയോജിപ്പുണ്ട്. അപ്പോൾ വിയോജിപ്പാണോ കാണേണ്ടത്, ഫൈനൽ പോയിന്റിൽ അവർക്കിടയിലുള്ള ചേർച്ചയാണോ കാണേണ്ടത് എന്ന മട്ടിൽ ബിൽഗ്രാമി വളരെ സൂക്ഷ്മമായിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ കൂടുതൽ, തിയറിയേക്കാൾ കൂടുതൽ ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ധാരാളമായിട്ട് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്യാദരവ് തോന്നുന്ന ഒരു തലം, തന്നോട് തന്നെ വിമർശനാത്മകമായിരിക്കാനുള്ള ഗാന്ധിയുടെ ശേഷി, അതൊക്കെ അസാധാരണമാണ്. ഒരിക്കൽ അംബേദ്കറോട് ഗാന്ധി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ എൻ്റെ പക്ഷത്താക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗാന്ധിക്കറിയായിരുന്നു അംബേദ്കർ വലിയൊരാളാണ് എന്നറിയായിരുന്നു. അംബേദ്കറെ കൂടെ കൂട്ടാനായിട്ട് ഗാന്ധി പലതരത്തിൽ ശ്രമിക്കുന്നുണ്ട്, അത് ഫലിച്ചൊന്നുമില്ല. അംബേദ്കർക്കുള്ള ഇൻസൈറ്റ് ഗാന്ധിക്ക് ഇന്ത്യൻ സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല.
അതും നമ്മൾ സമ്മതിച്ചേ പറ്റും. പക്ഷേ അംബേദ്കർ ഉന്നയിക്കുന്ന വിഷയം പ്രധാനമാണെന്ന് ഗാന്ധിക്ക് ഏതോ നിലയിലും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത 1-2 പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഈ ആദ്യത്തെ ക്യാബിനറ്റിൻ്റെ ലിസ്റ്റ് നെഹ്റു തയ്യാറാക്കി ഗാന്ധിയെ കാണിക്കുമ്പോൾ അതിൽ അംബേദ്കറുടെ പേരില്ല. അംബേദ്കർ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് ഗാന്ധിയാണ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അംബേദ്കറെ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നതും ഗാന്ധിയാണ്. അതിൽ ഇപ്പം ഈ ആനന്ദ് തെൽത്തുംബ്ദെ ഉണ്ടല്ലോ, തെൽത്തുംബ്ദെ അംബേദ്കറുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അടുത്തിടയ്ക്ക് ഐക്കണോ ക്ലാസ്. അപ്പം അതിൽ തെൽത്തുംബ്ദെ പറയണത് അതുവഴി ഗാന്ധി ഒരു അസാധാരണമായ രാഷ്ട്രീയ നീക്കവും കൂടി നടത്തി. കാരണം അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായതോടെ ഇന്ത്യൻ ദളിത് കമ്മ്യൂണിറ്റിയുടെ ഒരു 20% ജനങ്ങളുടെ പിന്തുണ ഭരണഘടനയ്ക്ക് ഉറപ്പായി. പിന്നെ ഭരണഘടനയെ എതിർക്കുന്നത് ആകെ ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകൾ മാത്രമാണ്, ബാക്കി എല്ലാവരും ഭരണഘടനയുടെ കൂടെയായി. അപ്പോൾ വളരെ പുറമേ സ്വാഭാവികം എന്ന് തോന്നുന്ന ഇടപെടലുകളിൽ ഗാന്ധി വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയ തന്ത്രജ്ഞതയും കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ നമ്മൾ വെറുതെ സിംപ്ലിഫൈ ചെയ്താൽ പോരാ. ഞാൻ പറയണത് മഹാഭാരതവും മഹാത്മാഗാന്ധിയും ഇന്ത്യൻ ജീവിതത്തിൻ്റെ ആഴത്തിൽ പ്രവർത്തിച്ച 2 വലിയ ഭൗതിക ശക്തികളാണ്. അല്ലാതെ ഒന്നൊരു മതഗ്രന്ഥം, ഒന്നൊരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ കണ്ടാൽ പോരാ. ഇന്ത്യൻ റിയാലിറ്റിയുടെ ഏതോ നിലയിലുള്ള ഒരു ഉൾക്കൊള്ളൽ ഇവരിലുണ്ട്, ഈ ടെക്സ്റ്റിലുണ്ട്, ഈ പറയുന്ന ഗാന്ധിയിലുണ്ട്. അപ്പം അതിനെ എങ്ങനെ നോക്കാം, അതിനെ നോക്കാനുള്ള വഴി എന്നെ സംബന്ധിച്ച് നിശ്ചയമായിട്ടും മാർക്സിസ്റ്റ് രീതി തന്നെയാണ്. അതുകൊണ്ട് അവിടെ 2 ഞാൻ മാർക്സിസ്റ്റ് രീതി ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ മാർക്സിസത്തിൻ്റെ പരമ്പരാഗത യുക്തിക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുമുണ്ട്. കാരണം മാർക്സിസം എന്ന് പറയുന്നതിനകത്ത് തന്നെ വിചിന്തനങ്ങളുടെ പല വഴികളുണ്ടല്ലോ. ഇപ്പോൾ ഗ്രാംഷിയുടെയും അൾത്യൂസറിൻ്റെയും ഫ്രാങ്ക്ഫർട്ട് ട്രഡീഷൻ്റെയും ഒക്കെ പല വഴികളുണ്ട്. അതിലൂടെയൊക്കെ ഞാനിതിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതിനിടയിൽ ഒരു വൈരുദ്ധ്യമില്ല. പക്ഷേ പുറമേ നോക്കുമ്പോൾ മാർക്സിസ്റ്റായ ഒരാൾ മഹാഭാരതത്തെക്കുറിച്ച് ഇത്രയേറെ സംസാരിക്കുന്നു, മാർക്സിസ്റ്റായ ഒരാൾ ഗാന്ധിയെക്കുറിച്ച് പറയുന്നു, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ഗുരുവിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നാം. അത് ഞാൻ കരുതുന്നത് അത് നമ്മൾ ഈ കാലം വരെ ശീലിച്ച ഒരു ആലോചനാ രീതിയുടെ ഒരു അതിർത്തികളാണ്, ഇടുക്കങ്ങളാണ്. അതിനെ നമ്മുടെ കാലത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ടെന്നാണ്. ഇപ്പം മഹാഭാരതം പറയുന്നതിൻ്റെ പേരിൽ ധാരാളം വിമർശനം കേട്ട ഒരാളാണ് ഞാൻ. കാരണം ഇത് ബ്രാഹ്മണ്യത്തെ പുനഃസ്ഥാപിക്കലാണ്, സവർണതയെ മടക്കി കൊണ്ടുവരലാണ് എന്നൊക്കെ ധാരാളം ആക്ഷേപങ്ങൾ ഇപ്പോഴും ഉണ്ട് അതേക്കുറിച്ചൊക്കെ. അപ്പോൾ എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ മാർക്സിസ്റ്റുകളിൽ ഗൗരവപൂർണ്ണം ഇന്ത്യൻ ഭൂതകാലത്തെ നോക്കി ഏതാണ്ട് എല്ലാ മാർക്സിസ്റ്റുകളും ഈ ടെക്സ്റ്റുകളെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദാമോദരനാകട്ടെ, കോസാംബി ആകട്ടെ, റോമില ദാപ്ര ആകട്ടെ, R.S. ശർമ്മ ആകട്ടെ, EMS ആകട്ടെ, ഇവരൊക്കെ നമ്മുടെ ഭൂതകാലത്തിൻ്റെ പാഠങ്ങളെ സൂക്ഷ്മമായിട്ട് നോക്കുകയും അതെങ്ങനെ ഇവോൾവ് ചെയ്തു, അതിൻ്റെ പ്രവർത്തന രീതി എന്തായിരുന്നു, അതിൻ്റെ ഫലം എന്ത് എന്നൊക്കെ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ചിലപ്പോൾ ഇവരെല്ലാം ഒറ്റയടിക്ക് ഇവരെല്ലാം സവർണരായതുകൊണ്ടാണെന്ന് ഒരാൾക്ക് പറയാം, അങ്ങനെയുള്ള വിമർശനങ്ങളും ഉണ്ടാകാം. പക്ഷെ അവരുടെ കൺസേൺ അതൊന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ A.K. രാമാനുജൻ പറയുന്നുണ്ട്, മഹാഭാരതം ഒരു ടെക്സ്റ്റൊന്നുമല്ല, അതൊരു ട്രഡീഷനാണ്. പല വഴികളിലൂടെ ഒഴുകി വന്ന് പല സ്വഭാവങ്ങൾ ആർജിച്ച് പലയിടങ്ങളിലേക്ക് പിന്നെയും പരന്ന് അങ്ങനെ തുടരുന്ന ഒരു രൂപമാണല്ലോ മഹാഭാരതം. അപ്പോൾ വ്യാസൻ ഗണപതിക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിയതല്ല. അതൊക്കെ ഐതിഹ്യങ്ങൾ. അതും ഒരു രസമുള്ള ഐതിഹ്യം. മഹാഭാരതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഇത് ഈ വ്യാസൻ ഗണപതിക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു എന്നുള്ള ഭാഗമുണ്ടല്ലോ, അത് മഹാഭാരതത്തിൻ്റെ എല്ലാ പാഠങ്ങളിലും ഇല്ല. ഇപ്പോൾ ക്രിട്ടിക്കൽ എഡീഷൻ തയ്യാറാക്കിയ സൂക്തങ്കാർ ഇത് പിൽക്കാലത്തെ കൂട്ടിച്ചേർക്കലാണെന്ന് പറഞ്ഞ് ക്രിട്ടിക്കൽ എഡീഷനിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഭാഗമാണ് ഗണപതിക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചു എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, മഹാഭാരതം ഒരു ടെക്സ്റ്റേ അല്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മിയോ മുസ്ലിങ്ങളുടെ ഇടയിൽ മഹാഭാരതമുണ്ട്, അതൊരു മുസ്ലിം നൊമാഡിക് കമ്മ്യൂണിറ്റിയാണ്, അവർക്കിടയിൽ ഒരു മഹാഭാരതമുണ്ട്. അല്ലെങ്കിൽ അക്ബറുടെ കൊട്ടാരത്തിൽ മഹാഭാരതമുണ്ട്. അത് ഉലമാക്കളുടെ മതാധികാരത്തിനെതിരെ രാജാധികാരത്തിൻ്റെ ഒരു സുപ്രീമസിയെ സ്ഥാപിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് മഹാഭാരതത്തിലെ ശാന്തിപർവത്തെ മുഗൾ കൊട്ടാരത്തിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജാധികാരമാണ് പ്രധാനം, അല്ലാതെ മതാധികാരമല്ല. അപ്പം എങ്ങനെയൊക്കെ ഫങ്ഷൻ ചെയ്ത കൃതിയാണ്. അപ്പം അങ്ങനെ ഒരു കൃതി ആയതുകൊണ്ടാണ് ഇപ്പം ജാതി വ്യവസ്ഥിതിയും കേരളചരിത്രം എഴുതിയ ബാലകൃഷ്ണന് അതെഴുതുന്ന പോലെ തന്നെ മഹാഭാരതത്തിലേക്കും പോകാൻ പറ്റുന്നത്. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റില്ലേ, ഒരു ലിവ്ഡ് റിയാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറലായിരിക്കും. നിങ്ങൾക്ക് സിംഗുലറായിട്ട് ചില ആശയങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം,
സ്വന്തം നിലയ്ക്ക് ചില ജീവിതമൊക്കെ ചിലപ്പോൾ കൊണ്ടു നടക്കാം. പക്ഷെ ഒരു മൂർത്തമായ സാമൂഹ്യ സന്ദർഭത്തിൽ യാഥാർത്ഥ്യം പ്ലൂരലായിരിക്കും. അപ്പോൾ ആ പ്ലൂരാലിറ്റിയെ ഇൻഹറൻ്റലി പ്ലൂരലായിരിക്കും യാഥാർത്ഥ്യം. ആ പ്ലൂരാലിറ്റിയെ കാണലാണ് ഒരു മാർക്സിസ്റ്റ് രീതി. അല്ലാതെ അതിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിനെ എടുത്ത് ഫ്രീസ് ചെയ്തിട്ട് അതാണിത് എന്ന് പറയുന്നത് ഒരു രീതിയല്ല. അതുകൊണ്ട് മഹാഭാരതത്തിലായാലും ഗാന്ധിയിലായാലും അവിടെയൊക്കെ ഒരുപാട് ലെയറുകളുണ്ട്. അതിലേതെങ്കിലും ഒരു ലെയറിനെ സ്തബ്ധമാക്കരുത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് മിത്തോളജിയിൽ നിന്ന്, മിത്തിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് 2 സ്ത്രീകളെ മായ്ച്ചു കളഞ്ഞ വിധം. അതെ അതെ. പൂർണ്ണയെന്നും പുഷ്കലയെന്നും പേരായ 2 ഭാര്യമാരെ, അതെ അതെ. ധർമ്മശാസ്താവിന്റെ അതെ അതെ. 2 ഭാര്യമാരെ വളരെ പെട്ടെന്ന് കേരളത്തിന്റെ ഈ പറയുന്ന മിത്തിക്കൽ ഹിസ്റ്ററിയിൽ നിന്ന് മായ്ച്ചു കളയുകയും അവിടെ സ്വാമിയായിട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. 2 സ്ത്രീകളെയും വീണ്ടും യുവതികൾക്ക് മുമ്പിലേക്ക്, സ്ത്രീകൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് നിങ്ങളിൽ നിന്ന് 2 പ്രതിനിധികളെ ഇതാ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു ഓർമ്മിപ്പിച്ചതും ഇളയിടമാണ്. അതെ അതെ. അത് വേറൊരു കോലാഹലത്തിന്റെ ഇടയാക്കി. അത് പല സന്ദർഭങ്ങളിലേ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഇതും പറയാം. അതായത് ഒരു ബിംബം, ഒരു ദേവതാ സങ്കല്പം, അത് ഉണ്ടായ കാലം മുതൽ ഇക്കാലം വരെ ഒറ്റ വടിവിലൊന്നുമല്ല. അത് പല പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മുടെ മുമ്പിലെത്തുക. ഇപ്പോൾ ഓണത്തെക്കുറിച്ചൊരു ചർച്ചയുണ്ടായ സമയത്ത് ഞാനൊരിക്കൽ പറഞ്ഞു, ഇപ്പോൾ ഓണം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓണത്തിന് ബോണസും ഓണച്ചന്തയും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ 100 കൊല്ലം മുമ്പ് ഓണത്തെ പ്രചോദിപ്പിച്ച ഘടകങ്ങളൊന്നുമല്ല. ഇപ്പം എല്ലാ ആളുകൾക്കും എന്തെങ്കിലും അഡീഷണൽ ഇൻകം വരുന്നൊരു സന്ദർഭമാണ് ഓണം. വലിയ മാർക്കറ്റാണ്. എല്ലാവർക്കും ബോണസ് കിട്ടും, എന്തെങ്കിലും അഡീഷണൽ ഇൻകം കിട്ടും. ഇതെല്ലാം കൂടി ചേർന്ന ഒരു മാർക്കറ്റ് സെലിബ്രേഷൻ കൂടിയാണ് ഇന്ന് ഓണം. അല്ലാതെ നിങ്ങൾ ഓണം പ്രാചീനമായ ഏതോ ഒരു മിത്തിൻ്റെ പുനരവതരണമാണെന്നൊക്കെ കരുതിയാൽ അതിൻ്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയണത് ഇതും കാണാതെ നിങ്ങൾ 800 കൊല്ലം മുമ്പ് ഏതെങ്കിലും ശാസനത്തിൽ ഓണത്തെക്കുറിച്ചുള്ളൊരു പരാമർശം കണ്ടുപിടിച്ചിട്ട് അതാണ് ഇപ്പോഴത്തെ ഓണം എന്ന് പറയണതിൽ വല്ല അർത്ഥമുണ്ടോ? അതും അതിൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് എത്രയോ പരിവർത്തനങ്ങൾക്ക് വിധേയമാവുകയും എത്രയോ അംശങ്ങൾ കൂടിക്കലരുകയും ചെയ്ത ഒന്നാണ്. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള സങ്കല്പമൊക്കെ അതിൽ അട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത്. അതിനു മുമ്പ് ധർമ്മശാസ്താവുണ്ട്, ശാസ്താവിന് എന്താ പറയുക, ഭാര്യമാരുണ്ട്, മക്കളുണ്ട് എന്നൊക്കെയുള്ള സങ്കല്പം അതിനോട് കൂടിക്കലർന്ന് കിടപ്പുണ്ട്. അപ്പം ഞാനിതിൽ ഇതാണതെന്ന് ഉറപ്പിക്കുകയൊന്നുമല്ല. ഇതൊരു വലിയ എവല്യൂഷനാണ്. എൻ്റെ പോയിൻ്റ് അതാണ്. നിങ്ങൾ ഇന്ന് കാണുന്നത് ഒരു വലിയ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിൻ്റെ ഇങ്ങേ തലക്കിലുള്ള ഒരു 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 എന്താ പറയുക സ്ഥാനത്തെയാണ് കാണുന്നത്. ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് ആയിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ പേര്. ആ പേര് മാറ്റിയതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മകനും കൂടെയുള്ള അതെ 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 അതെ. അപ്പോൾ എന്താ വെച്ചാൽ ബ്രഹ്മചാരി ആവാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മാറി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ എവല്യൂഷൻ എടുത്തു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം വിശദാംശങ്ങളൊക്കെ പറയേണ്ടി വരും. ഞാനതിൽ ചെയ്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ ദേവതാഭാവനകളിലും, എല്ലാ പാഠങ്ങളിലും, എല്ലാ ചരിത്ര നേതാക്കളിലുമൊക്കെ ധാരാളം ഇൻറ്റേർണൽ ആയ പ്ലൂരാലിറ്റി ഉണ്ട്. അതിൽ ചിലതൊക്കെ വൈവിധ്യമായിരിക്കും, ചിലതിലൊക്കെ വൈരുദ്ധ്യവും ഉണ്ടാവും. അപ്പം അതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ അതിനെ ഫ്രീസ് ചെയ്യാതെ അതിനെ ആ പ്രവാഹത്തിൽ വിട്ടുക. അങ്ങനെ വിട്ടാൽ നമുക്കും കുറേ കൂടി ഒരു തുറസ് കിട്ടും. ഓണമായാലും വിഷു ആയാലും അയ്യപ്പനായാലും ഏത് ദൈവമായാലും ഈ പരിവർത്തനത്തിൽ വിധേയാകാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അത് പറയാനാണ് ഞാനൊന്ന് ശ്രമിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ചില പൗരാണിക സന്ദർഭങ്ങൾ എടുത്ത് പറയേണ്ടി വന്നു. ഇതുപോലെ അന്ന് പറഞ്ഞ വേറൊരു കാര്യമാണ് ഈ ആർത്തവമായിരുന്നല്ലോ പ്രശ്നം. അപ്പം പ്രസംഗിച്ചു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിൽ ഓർമ്മയിൽ പഴയ ഹരിനാമകീർത്തനത്തിലൊരു ശ്ലോകമുണ്ട്. ഋതുവായ പെണ്ണിന് വിരപ്പനും ദാഹകനും പതിതനും അഗ്നിയചനം ചെയ്ത ഭൂസുരനും എന്നൊരു വരിയുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ പ്രാപ്തിയാണ് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അതിൽ ആദ്യത്തെ പ്രയോഗം പക്ഷേ ഋതുവായ പെണ്ണ് എന്നാണ്. ആദ്യത്തെ പരിഗണന. അപ്പം ഞാനത് പ്രസംഗമധ്യേ പറഞ്ഞു, ആദ്യത്തെ ഗണം ഋതുവായ പെണ്ണാണ്. അതാണല്ലോ ഇപ്പോഴത്തെ കോലാഹല വിഷയം. എന്നിട്ട് ഞാൻ അന്നൊരു വാചകവും പറഞ്ഞു, 500 കൊല്ലം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഒരു ജാഥയ്ക്ക് മുൻകൂർ മറുപടിയാണെന്നും പറഞ്ഞു. അന്ന് ഈ ആർത്തവജാഥകൾ നടക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പം അതൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഈ കുട്ടിക്കാലത്ത് അത്യാവശ്യം ഇതിലൊക്കെ ഒരു പരിശീലനം ഉണ്ടായിരുന്നു. കുറേ കീർത്തനങ്ങൾ അറിയാം, കുറേ സാഹിത്യം അറിയാം, കഥകൾ അറിയാം.
അപ്പം അതൊക്കെ ഇതിനോട് ബന്ധിപ്പിച്ച് വിശദീകരിക്കാൻ എന്നെ കുറച്ച് സഹായിച്ചിട്ടുണ്ട് എന്ന് മാത്രം. പാട്ട് പാടാനും അറിയാം, പാട്ട് പാടാൻ അറിയാം, പാട്ട് കവിത കുറച്ച് പാടി. നന്നായിട്ട് ചൊല്ലാൻ അറിയാം. അതെ അതെ, അതൊക്കെ കുറെ കാലത്തെ പരിശീലനം അന്ന് ഉണ്ടായിരുന്നു. ഒരു പാട്ടും ആവാം. എല്ലാ പാട്ടൊന്നും പാടാൻ പറ്റില്ല കേട്ടോ നമുക്ക്. ഞാനൊരു നല്ല പാട്ടുകാരനല്ല, ശ്യാമസുന്ദര പുഷ്പമേ നന്നായിട്ട് പാടും. പാടും. അല്ല, അങ്ങനെ എനിക്ക് നന്നായി പാടാൻ അറിയാം. നന്നായി എന്നല്ല, ശരാശരി ഞാൻ പാടുന്ന ഒരു 8-10 പാട്ടുകളുണ്ട് പലയിടത്തായിട്ട്, പൊട്ടും പൊടിയൊക്കെ ആയിട്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ചില കൂട്ടായ്മകളിലൊക്കെ പാടുമായിരുന്നു. പിന്നെ കവിത ധാരാളമായിട്ട് ചൊല്ലിയിരുന്നു ആ കാലത്ത്. കവിതയാണ് ഞാൻ കൂടുതൽ വേദികളിലൊക്കെ. പാട്ട് ഞാൻ എവിടെയും പൊതുവേദിയിലൊന്നും പാടിയിട്ടില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഈ സദസ്സുകളിലെല്ലാം അതെ പാടിയിട്ടില്ല. കവിത നന്നായിട്ട് ഒരുപാട് കാലം ചൊല്ലിയിരുന്നു. ഇടവും വലവും എന്നത് വൈലോപ്പിള്ളിയും കുമാരനാശാനുമാണ് അതെ ഏറ്റവും കൂടുതൽ അതെ അതെ കൂടുതൽ കോട്ട് ചെയ്തത് വേലുപ്പിള്ളിയും വൈലോപ്പിള്ളിയും ആശാനായിരിക്കും. കാരണം അവര് മലയാളത്തിലെ വലിയ കവികളാണ്. അവരോടൊപ്പം വയ്ക്കാൻ പറ്റിയ കവികൾ നമുക്ക് പിൽക്കാലത്ത് വേണമെങ്കിൽ എടശ്ശേരിയെ പോലെ ഒരാളെയൊക്കെ കാണാമെന്നല്ലാതെ ഇത്രയും. എടശ്ശേരിയെ ഞാൻ പിന്നീടാണ് കേട്ടോ കുറെ കൂടി മനസ്സിലാക്കിയത്. ഞാനിപ്പോൾ കാലപരിധി വെച്ച് പറഞ്ഞാൽ MA-ക്ക് പഠിക്കുമ്പോഴേക്കും എനിക്ക് വൈലോപ്പിള്ളിയും കുമാരനാശാനെ ഏതാണ്ട് അതിലൊരു ഗ്രിപ്പ് കിട്ടി. എനിക്ക് അവരെ ആസ്വദിക്കാൻ പറ്റി. പക്ഷെ എടശ്ശേരിയെ ഞാൻ പിന്നെയും ഏതാണ്ട് ഒരു 10-15 വർഷം കൂടി കഴിഞ്ഞിട്ടൊക്കെയാണ്, ഒരു 40 വയസ്സൊക്കെ ആകുന്ന സമയത്താണ് എടശ്ശേരിയുടെ പൊരുള് കുറെ കൂടി എനിക്ക് തിരിഞ്ഞു കിട്ടിയത്. ഇപ്പം എനിക്ക് എടശ്ശേരിയിലും അവരെ പോലെ തന്നെ വലിയൊരു താല്പര്യവും ഒക്കെ ഉണ്ട്. എന്നാ പാട്ട് പാട്ട് ഈ പറഞ്ഞ പോലെ നല്ല പാട്ടൊന്നുമല്ല, ഞാൻ വെറുതെ പാടാം. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, പടുപാട്ട് ആരും പാടുന്നതാണ്. അതുകൊണ്ട് നമുക്കും പാടാം. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതെ, അല്ല മിനിമം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഒരു 10 പാട്ട് വരെ എൻ്റെ അടുത്തുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. ഇപ്പൊ പിന്നെ പാടാണ്ടായി. ഈ പ്രഭാഷക ജീവിതത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടി വരികയും മറ്റാവിഷ്കാരങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യുമല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ, നിന്റെ ഗാനമെന്നിൽ മരിക്കുമോ, ശ്യാമസുന്ദര പുഷ്പമേ. വേറെ ഏതോ വിപഞ്ചിയിൽ പടർന്നേറുവാനതിനാകുമോ, വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ, വേർപെടുമിണപ്പക്ഷി തൻ ശോകവേണുഗാനമായി മാറുമോ, ശ്യാമസുന്ദര പുഷ്പമേ. എൻ്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യ തൻ സ്വർണ്ണമേടയിൽ, എൻ്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞുപോ, മേഘരാഗമായി വരൂ വേഗമീ തീകെടുത്താൻ, ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ, നിന്റെ ഗാനമെന്നിൽ മരിക്കുമോ, ശ്യാമസുന്ദര പുഷ്പമേ. ഇപ്പം ഞാൻ MA 2ാം വർഷത്തിൻ്റെ സമയത്താണ് ഈ അന്നത്തെ എൻ്റെ പ്രണയ ജീവിതത്തിൽ നിന്ന്
വിഡ്രോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഈ പറഞ്ഞതായിരുന്നു. എൻ്റെ അതുവരെ ആർജിച്ച അറിവുകളെയും മഹാഭാരതത്തിൻ്റെ ഒരു സഞ്ചിത ബലത്തെയും കൂട്ടിയിണക്കി ഇന്ത്യ ചരിത്രത്തെ ആകമാനം അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിലയിലാണ് ഞാൻ ആ നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്തത്. അത്തരം സന്ദർഭങ്ങളിൽ അമ്മ ഒട്ടും ചാഞ്ചല്യം ഇല്ലാതെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്.